ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജി രാജ് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ പകലത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ ഉള്ളതുകൊണ്ട്, നമ്മുടെ മേൽ മതി ഉള്ളതുകൊണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അതാത് സമയങ്ങളിൽ കർത്തദാസന്മാരെയും നമ്മുടെ മധ്യ അയച്ച് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന എല്ലാ ദൈവികമായ വചനങ്ങൾക്കായും ദൈവിക വാഗ്ദത്തങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജി രാജ് അവർകൾ ഇന്ന് പകൽ നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിക്കുന്നത് കർത്തദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ പെട്ടെന്ന് വിളിച്ചപ്പോൾ തന്നെ ഈ യോഗത്തിൽ കടന്നു വരുവാൻ താൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിൻ്റെ ദാസനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചില 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പകലും രാത്രിയിലും കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല ലോക്കൽ സഭകളിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ദാസ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പരിചയപ്പെട്ട നാൾ മുതൽ സഹോദരങ്ങളെപ്പോലെ ഇടപെടുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകിയതില്ല നല്ല ഭാഗ്യങ്ങളെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, 21 ദിവസം ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷിച്ച് ഓർപ്പിക്കുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജി രാജ് അവരെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രമിക്കാമല്ലോ. കർത്താവിൻ്റെ പുനഃനാമം ഇന്ന് ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ ആയുസ്സോടും ആരോഗ്യത്തോടും നിങ്ങളുടെ നടുവിൽ നിർത്തിയ ദൈവത്തിൻ്റെ മഹാവിശ്വസ്തത ഓർത്ത് ഞാൻ ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്ത് ക്ഷണിച്ച ഞാൻ വളരെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന പാസ്റ്റർ TM കോശി പാസ്റ്റർ, ഈ PMG പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ GJ അലക്സാണ്ടർ പാസ്റ്റർ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ ഇതിൻ്റെ നടുവിലുണ്ട്. എന്നെ ഈ മീറ്റിങ്ങിന് വെൽക്കം ചെയ്ത കർത്താവ് ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന എൻ്റെ വളരെ ആത്മീകമായി അടുത്ത സുഹൃത്തായിരിക്കുന്ന പാസ്റ്റർ ജോബിൻ ജോസഫ്, പാസ്റ്ററുടെ പിതാവ് മാതാവ് ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർ നന്ദിയോടെ സമയത്ത് ഓർക്കുന്നു. ഞാൻ കർത്താവിൽ വളരെയധികം സ്നേഹിക്കുന്ന ദീർഘവർഷങ്ങളായി എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഏറ്റവും അധികം കൈത്താങ്ങ് നൽകുന്ന ഞാൻ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് പ്രിയ മേഴ്സി ആൻറ്റി ഇവിടെയുണ്ട്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഓഡിയൻസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ ഇടയിൽ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. പാസ്റ്റർ വിൽസൺ പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ എന്ന ഈ മീറ്റിങ്ങിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഷിബു മാത്യു പാസ്റ്റർ എന്ന നമ്മുടെ മധ്യമുണ്ട്. ഇംഗ്ലീഷ് വർഷിപ്പിൽ ഒരിക്കൽ ഞാനായിരിക്കുന്ന സമയത്ത് ജോസഫ് പാസ്റ്ററുമായിട്ട് ഒരുമിച്ചായിരിക്കുന്ന സമയങ്ങളിൽ പാസ്റ്റർ ഷിബു മാത്യു പാസ്റ്റർ കാണാനും കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ അനുഭവിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. പാസ്റ്റർ ഷിബു മാത്യു പാസ്റ്റർ നന്ദിയോടെ ഞാൻ സമയത്ത് ഓർക്കുന്നു. അതോടെ തന്നെ പാസ്റ്റർ മധു പാസ്റ്റർ ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ കണ്ടിട്ട് പോലും എനിക്ക് ആളറിയുന്നില്ല. സ്വന്തം കർത്താവിൻ്റെ ദാസനെ കാണുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതുപോലെ ഒത്തിരി പേർ ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ സഹോദരങ്ങൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കർത്താവ് പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്കാണെന്ന് നറുക്ക് വീണത് അത്രയേ ഉള്ളൂ. ഇന്ന് പ്രസംഗിക്കേണ്ട പാസ് വേറെയാണ്. ഇതുപോലെ ഒത്തിരി നറുക്കുകൾ വീണിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു വിതുരയിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയറിന് അന്ന് പ്രസംഗിക്കാനുള്ളത് പാസ് MM മത്തായി പാസ്സായിരുന്നു. അന്ന് പെട്ടെന്ന് ആ പാസ്റ്ററിനെ വിളിച്ചു. അന്നിങ്ങനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകി. അതോടൊപ്പം തന്നെ നമ്മുടെ നെയ്യാറ്റിൻകര അവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ലവ് ആർമിയുടെ സ്പെഷ്യൽ മീറ്റിംഗിൽ അനീഷ് ഏലപ്പാറയാണ് അന്ന് പ്രസംഗിക്കാനുള്ളത്. പക്ഷെ അന്നത്തെ മീറ്റിങ്ങിൽ എനിക്കായിരുന്നു നറുക്ക് വീണത്. ഇതുപോലെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. അതൊന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവം നിശ്ചയിച്ച കാര്യങ്ങളാണ്. ആമേൻ.
ഒന്നും നമുക്ക് ചിലപ്പോഴൊക്കെ ചിലത് യാദൃച്ഛികമെന്നൊക്കെ തോന്നും. പക്ഷെ ദൈവത്തിൻ്റെ അനാദി നിർണയം, അതിൻ്റെ ദൈവം പ്രീ ഡെസ്റ്റിനേറ്റ് ചെയ്ത, ദൈവം പ്രീ അപ്പോയിൻമെൻറ്റ് ചെയ്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും. സ്വതന്ത്രം. അതുകൊണ്ട് ഒന്നും യാദൃച്ഛികമെന്ന് നമുക്ക് തോന്നിയാലും എല്ലാം ദൈവത്തിൻ്റെ നിയോഗത്തിൽപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ കോവളത്ത് 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിൽ അന്ന് ഇവരെല്ലാം പേരൊക്കെ അച്ചടിച്ച് നോട്ടീസ് അത് അവിടെ പ്രിൻ്റ് ചെയ്തു. സ്തോത്രം. ആ ഫാസ്റ്റിംഗ് പ്രെയറിൽ പെട്ടെന്ന് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങൾ വിളിച്ചൊരു പാസ് എത്തിയിട്ടില്ല. അങ്ങനെ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിൽ ലാസ്റ്റ് സമയത്ത് വരണം, പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അന്നും അവിടെ നറുക്ക് വീഴാനിടയായി തീർന്നു. സ്തോത്രം. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും മീറ്റിങ്ങിനകത്ത്. ദൈവത്തിൻ്റെ പദ്ധതികളാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ ഫാസ്റ്റിംഗ് പ്രെയറും കർത്താവ് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ IPCയുടെ ഒരു ശുശ്രൂഷകനാണ്. IPC പേരൂർക്കട സെക്ഷൻ്റെ കീഴിൽ സ്തോത്രം ഔട്ട് സ്റ്റേഷൻ വർക്കുമായിട്ട് ഒരുമിച്ച് അവിടെ കർത്താവിൻ്റെ വെല്ലിലായിരിക്കുന്നു. എൻ്റെ പിതാവ് IPCയുടെ സീനിയർ പാസ്റ്ററാണ്. കർത്താവിന് വേണ്ടി വർഷങ്ങൾ അധ്വാനിച്ചൊരു ദൈവദാസനാണ്. ജനിച്ചതും വളർന്നതും ഒരു ക്രൈസ്തവ കുടുംബത്തിനകത്താണ്. അതുകൊണ്ട് ആത്മീകമായ ഒരു പശ്ചാത്തലം ദൈവം എനിക്ക് നൽകാനിടയായി തീർന്നു. പ്രത്യേകിച്ച് ഏകദേശം 10 വർഷമായി ടീമിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. റിജോയ്സ് ഹെവലി മിൻസസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ അത് ടീമിൻ്റെ ഒരു കൺവെൻഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ബത്തപ്പാടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ ഒരു 12 മണിക്കൂർ പ്രാർത്ഥന ആര്യനാട് പരുത്തിപ്പള്ളി AGയിൽ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഇടയിലും ഈ മീറ്റിങ്ങിന് വേണ്ടി പാസ്റ്ററിനെ വിളിച്ച സമയം മുതൽ എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെയും ഈ മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് നിനക്ക് നിന്നുകൊണ്ട് പറയുന്നു, ഇത് ഈ പ്രസ്ഥാനത്തിന് വിടുതലാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രെയർ ഇതിൻ്റെ കീഴിലുള്ള എല്ലാ ചർച്ചകൾക്കും വിടുതലാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഈ ഫാസ്റ്റിംഗ് പ്രെയർ ഇതിൻ്റെ കീഴിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും വിടുതലാണ്. അതുകൊണ്ട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഇരുട്ടിൻ്റെ പ്രബല ശക്തികൾ ഇന്നും ദൈവസഭയ്ക്കെതിരെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ വെന്മാടത്തിൽ, പ്രാർത്ഥനയുടെ മാളിക മുറിയിൽ, പ്രാർത്ഥനയുടെ കർമ്മേലിൽ, പ്രാർത്ഥനയുടെ താബോർ മലയിൽ മുഴങ്കാലമുടക്കിയ ദൈവഭക്തന്മാർ തിരിച്ചറിയണം, ഇത് വിടുതലിൻ്റെ ദിനങ്ങളാണ്. നിങ്ങളെ തകർത്ത് കളയുവാൻ അണിയറയിൽ ഒരുപക്ഷെ ആക്സിഡൻറ്റിൽ കൂടി, ഒരുപക്ഷെ നിങ്ങളുടെ വിശുദ്ധിയെ തകർത്ത് കളയാൻ, ഒരുപക്ഷെ നിങ്ങളെ രോഗങ്ങൾക്ക് അടിമപ്പെടുത്താൻ വേണ്ടി അദൃശ്യമായി നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഇരുട്ടിൻ്റെ ചില പ്ലാനുകൾ ഈ മീറ്റിങ്ങിനകത്ത് പൊളിഞ്ഞ് ഈ മീറ്റിംഗ് വിജയമായി മാറുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവർ മാത്രം അല്പസമയം കർത്താവിനെ ആരാധിച്ച് ശക്തിയോടെ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രസ്ഥാനത്തെ ദൈവം കൈപിടിക്കട്ടെ. ഇതിൻ്റെ നേതൃത്വങ്ങളെ ദൈവം കൈപിടിക്കട്ടെ. ഇതിൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരെ ദൈവം കരം പിടിക്കട്ടെ. ദൈവദാസന്മാർക്കെതിരെ, സഭയ്ക്കെതിരെ അണിയറയിൽ തലവെക്കുന്ന പൈശാചിക തേർവാഴ്ചകളെ ആത്മാവിൽ ഉടയ്ക്കുന്നൊരു ഫാസ്റ്റിംഗ് പ്രെയറായി ഇന്ന് പകൽ ഇത് മാറുമ്പോൾ ആത്മാവിൽ നന്ദി പറഞ്ഞ് ചില അന്യായ ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. നുഖത്തിൻ്റെ അമിക്കേറുകൾ പൊട്ടട്ടെ. എല്ലാ നുഖവും തകരുന്ന ദിനങ്ങളായി മാറട്ടെ. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്ന ഒരു ഫാസ്റ്റിംഗ് പ്രെയറായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. അതെൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കാതിൽ മുഴങ്ങിയ ശബ്ദമാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു, ഈ മീറ്റിംഗ് ഈ പ്രസ്ഥാനത്തിന് വിടുതലാണ്. ഞങ്ങളുടെ IPC പേരൂർക്കട സെക്ഷനിൽ എല്ലാ വർഷവും ദൈവദാസൻ 21 days ഫാസ്റ്റിംഗ് നടത്തും. ഞങ്ങളുടെ ഫെയ്ത്ത് ചർച്ചിൽ ആ ഫാസ്റ്റിംഗ് ആണ് ആ സഭയുടെ വിജയം. അത് ഞാൻ 100% ഉറപ്പ് പറയുന്നു. ആ ഉപവാസമാണ് സഭയുടെ വിജയം. അതുകൊണ്ട് നമുക്കിന്ന് പഴയതുപോലെ ഇന്ന് ഉപവസിക്കാൻ കഴിയത്തില്ല. മിക്കവാറും പേര് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണ്. സ്വത്രം. ശാരീരിക പ്രയാസങ്ങളുള്ളവരാണ്, എനിക്കറിയാം. പക്ഷെ ഇന്ന് ഉപവസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്വത്രം ചെയ്യുന്നു. ഉപവാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവത്തോട് ഫാസ്റ്റിംഗ് ഈസ് ഫീസ്റ്റിംഗ് വിത്ത് ഗോഡ് എന്നാണ്. ദൈവത്തോടുള്ള കൂടെയുള്ള പന്തി ഭോജനമാണ്. സ്തോത്രം. അതിൽ കഠിന ഉപവാസമുണ്ട്, പൂർണ്ണ ഉപവാസമുണ്ട്, ഇനി പാർഷ്യലായിട്ട് ഭാഗികമായിട്ടുള്ള ഉപവാസമുണ്ട്, സുഖവാസമുണ്ട്. സ്തോത്രം. പൂർണ്ണമായിട്ടുള്ള ഉപവാസമുണ്ട് അല്ലേ? പൂർണ്ണമായി ഉപവസിക്കുന്നവർ. അതിൽ പൂർണ്ണമായി ഉപവസിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കുന്നത്. സ്തോത്രം. പൂർണ്ണമായി ഉപവസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഠിന ഉപവാസമുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതുള്ള ഉപവാസം. ഞാനൊരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഒരു പാസ്
21 ദിവസം കഠിന ഉപവാസമാണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാതുള്ള ഉപവാസം. അദ്ദേഹത്തിൻ്റെ കൈയും കാലും വരെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കഠിന ഉപവാസമാണ്. സ്തോത്രം. ഇനി ഭാഗികമായ ഉപവാസമുണ്ട്. നമുക്കറിയാം, ശാഖപദാർത്ഥവും പച്ചവെള്ളവും ഒക്കെ കുടിച്ചതുപോലെ, എബ്രായ ബാലന്മാർ കുടിച്ചതുപോലെ അങ്ങനെ പാർഷ്യലായിട്ട് നമ്മൾ ഉപവസിക്കാറുണ്ട്. ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ BP ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടിങ്ങിൽ ഭാഗികമായി ഉപവസിക്കാറുണ്ട്. ഇനി സ്തോത്രം, നമുക്കറിയാം ഇതിലൊന്നും പെടാത്തൊരു ഉപവാസമാണ് സുഖവാസം. ഇവിടെ ഇനിയിപ്പോൾ 21 നടന്നാലും 40 നടന്നാലും 4 നേരം കഴിച്ചുകൊണ്ട് വന്ന് ചർച്ചയിൽ പങ്കെടുക്കുക. ഇതാണ് സുഖവാസം. ഈ 4 തരത്തിൽപ്പെട്ടവരും ഇതിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ ഉപവാസ പ്രാർത്ഥന ഒരു ശുഭയാത്രയ്ക്ക് കാരണമായി തീരട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന ചരിത്രം തിരുത്തി കുറിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന തകർന്നതൊക്കെ പണിയട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കട്ടെ. ഈ പ്രസ്ഥാനം ഈ പട്ടണത്തിൽ തലയെടുക്കട്ടെ. ഓ ജീസസ്. പിശാച് ഇന്ന് പകലും ഞെട്ടി വിറയ്ക്കട്ടെ. അദൃശ്യമണ്ഡലത്തിൽ സൈത്താന്റെ സാമ്രാജ്യങ്ങൾ, എല്ലാ സൈത്താനിക് പവറുകളും ഇന്ന് പകലും ഞെട്ടി വിറയ്ക്കട്ടെ. ഔസ്റ്റേഷൻ പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ ഇതിന്റെ കീഴിലുള്ള പഞ്ചാബ്, ഒറീസ ഔസ്റ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് ഈ ഫാസ്റ്റിംഗ് പ്രയർ ഒരു ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ. അത് ആത്മാവിൽ കാണുന്നവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ചിലത് ജീവൻ പ്രാപിക്കട്ടെ. അസാധാരണമായ ചില കാര്യങ്ങൾ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവം ചെയ്യും. സ്തോത്രം. എന്നെ പാസ്റ്റർ ഒരു സമയം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് വെച്ച് ഞാൻ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യും. സ്തോത്രം. അപ്പം വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നമുക്ക് ദൈവസനിലായിരിക്കാം. സ്തോത്രം. നമ്മളൊക്കെ ഫാസ്റ്റിംഗ് ഇരുന്നതിൻ്റെയൊക്കെ വിലയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഒരു കാലത്തൊക്കെ ഇരുന്നതാണ് ദൈവം നമ്മളിങ്ങനെയൊക്കെ നിർത്തിയിരിക്കുന്നത്. അന്നൊക്കെ വെള്ളം കുടിയാതെയും കുടലൊക്കെ ഉണക്കിയിരുന്ന സമയമുണ്ടല്ലോ, ഇരിക്കുമ്പോഴൊന്നും അറിയത്തില്ല. പക്ഷെ അതാണ് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇന്ന് പകലും പ്രാർത്ഥനയുടെ വെന്മാടത്തിൽ കയറുന്ന, പ്രാർത്ഥനയുടെ മാളിക മുറിയിൽ കയറുന്ന, പ്രാർത്ഥനയുടെ അകത്തളങ്ങൾ കയറുന്നവരോട് ഞാൻ ആത്മാവിൽ ഇന്ന് പകലും വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നു. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലമുറകൾ വിടുവിക്കപ്പെടുന്നു. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ പാഴ്സി പ്രഭു യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലും ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ സഭയ്ക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ മിനിസ്ട്രിക്കെതിരെ അണിയറയിൽ നമ്മളെ തകർക്കുമെന്ന് പറയുന്നുള്ളയോ ചില ശക്തികൾ. ഈ പകലും തകരട്ടെ. ശുശ്രൂഷ തീർന്നിട്ടില്ല. ആത്മാവിന്റെ അരമുറുക്കി ചിലർ ഇന്ന് പകൽ എഴുന്നേൽക്കുന്ന പകൽക്കാലമായി മാറട്ടെ. രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് ദൈവത്തിന്റെ നിയോഗവുമായി ഈ തലമുറയിൽ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഡബിൾ പോർഷൻ അനോയിന്റിംഗ് ഇന്ന് പകൽ ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ആ ഭാഗത്തൂടെ പോയിട്ടുണ്ടായിരിക്കും. എങ്കിൽ ഒരിക്കൽ കൂടി ആ ഭാഗത്തുകൂടി നമ്മൾ ഇന്ന് പകല് കടന്നു പോകും. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ദയവായി ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് സഹായിക്കും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതിൻ്റെ ഒരു വാക്യം കൂടെ എഫെസ്യർ 4:27 അവിടെ വായിക്കുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ കണ്ണുകൾ ഈ പകൽ ഒരു നിമിഷം അടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കട്ടെ. വചനത്തിൻ്റെ വാതിൽ നമുക്ക് ഇന്ന് പകലും തുറന്നു തരുവാൻ എല്ലാവരും ആത്മനിറവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇന്ന് പകലും തുറന്ന സ്വർഗത്തിനായി സ്തോത്രം. 1000 ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി പകൽ ഇറങ്ങി നിൽക്കട്ടപ്പ. ഈ പ്രസ്ഥാനത്തെ ദൈവം മാനിക്കണമേ. ഇതിൻ്റെ നേതൃത്വങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നും ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന അഭിഷക്തന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
ഫാസ്റ്റിങ്ങോടെ അങ്ങയുടെ മുൻപിൽ ഇരിക്കുന്ന എൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. തുറന്ന സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലും ഇവിടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില കിലോമീറ്റർ ചുറ്റളവിൽ ഊരി പിടിച്ച വാളുമായി ദൈവത്തിൻ്റെ അസംഖ്യം ദൂതന്മാർ ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടപ്പ. ഈ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ പകലും അങ്ങയുടെ നാമം ഇവിടെ ഉയർത്തപ്പെടട്ടെ കർത്താവേ. ഈ ജനത്തെ ഇന്ന് പകൽക്കാലം സ്വർഗം അനുഗ്രഹിച്ച അഭിഷേകത്തോടെ പറഞ്ഞയക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്താലും ആത്മാവിനാലും ദൈവം സംസാരിക്കണം. വചനത്തിന്റെ വാതിൽ ഒരിക്കൽ കൂടി ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണം കർത്താവേ. വെറും വചനമായിട്ടല്ല, അത് പരിശുദ്ധാത്മാവോടും അത് ശക്തിയോടും തെസ്സലോനിക്കയിൽ മുഴങ്ങിച്ചെന്നതുപോലെ ആ ദൈവശക്തി ഇന്ന് പകലും ഇതിനകത്ത് വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ലേഖനങ്ങളുടെ റാണി എന്ന് പറയുന്ന ലേഖനം എഫെസ്യ ലേഖനമാണ്. ലേഖനങ്ങൾക്കകത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ലേഖനമാണ് എഫെസ്യ ലേഖനം. ലേഖനങ്ങൾക്ക് ഇടയിൽ അമൂല്യ രത്നമെന്ന് പറയാം എഫെസ്യ ലേഖനം. ഇങ്ങനെ ഒത്തിരി ആശയങ്ങൾ നമുക്ക് കൊടുക്കാം. കാര്യം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ് എഫെസ്യ ലേഖനം പ്രതിപാദിക്കുന്നത്. സ്തോത്രം. കൊലോസ്യ ലേഖനം സഭയുടെ തലയായ ക്രിസ്തുവിനെ കുറിച്ചാണ്. സ്തോത്രം. പക്ഷേ അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട് ഈ ലേഖനം മറ്റുള്ള ലേഖനങ്ങളിൽ നിന്നും ഈടുറ്റതായി വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്, തലയെടുപ്പോടെ. സ്തോത്രം. എഫെസ്യ ലേഖനത്തിൻ്റെ അകത്ത് നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിൻ്റെ അതിമഹത്തരമായ പ്രാർത്ഥനകളുണ്ട്. പൗലോസിനെ അറിയപ്പെടുന്നത് തന്നെ ഒരു പ്രാർത്ഥനാ വീരനെന്നാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് പ്രാർത്ഥനാ വീരന്മാരുള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥനയൊക്കെ നമ്മൾ എടുത്ത് പഠിച്ചാൽ അത് മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല, ആ ഭാഗങ്ങളെല്ലാം സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്. പുതിയ നിയമത്തിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥനയും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, അത് ആത്മീക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഇവിടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ, അവൻ്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇവരറിയാൻ കൃപ കൊടുക്കണമേ, ഇവർക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഒന്ന് കൊടുക്കണമേ, ഇവരുടെ അകത്തെ മനുഷ്യൻ ഒന്ന് ശക്തിപ്പെടണമേ, കർത്താവ് ക്രിസ്തു ഇവരുടെ ഉള്ളിലേക്ക് ഒന്ന് വാസം ചെയ്യണമേ, ദൈവസ്നേഹത്തിൻ്റെ ആഴം ഉയരം നീളം ഇതൊക്കെ ഒന്ന് അറിയാൻ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥന. കൊലോസ്യ ലേഖനത്തിനകത്തും പൗലോസിന്റെ പ്രാർത്ഥന, ഇവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറണമേ. എന്നെ എഫെസ്യ ലേഖനത്തിന്റെ പഠനത്തേക്കാൾ എന്നെ കുറച്ചുകൂടി ചലിപ്പിച്ചത് കൊലോസ്യ ലേഖനത്തിലേക്കായിരുന്നു. കാര്യം ക്രിസ്തുവിൽ തികഞ്ഞവരായി, പെർഫെക്റ്റിലേക്ക്. നമ്മളൊക്കെ ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറിയാൽ ദൈവം ഡയറക്റ്റായിട്ട് അങ്ങെടുക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറാനാണ് ഈ പ്രാർത്ഥന. നിങ്ങൾ വലിയ കൃപയൊന്നും പ്രാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ക്രിസ്തുവിൽ മെച്യൂരിറ്റിയിലേക്ക്, ഒരു പക്വതയിലേക്ക് വരിക. എത്ര ബ്രദർ വിശ്വസിക്കുന്നുണ്ട്? വലിയ ചാട്ടോ ഓട്ടോ ഒന്നും നടത്തില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവവചനത്തിൻ്റെ പക്വതയിലേക്ക് നിങ്ങൾ കടന്നു വരിക. വചനത്തിൽ നിൽക്കുന്ന സഭയെ ആർക്ക് തകർക്കാൻ കഴിയും? വചനത്തിൽ നിൽക്കുന്ന സഭയെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തെ ഓർത്ത് അഭിനന്ദിക്കുന്നു, അഭിമാനിക്കുന്നു. വചനത്തിൽ പക്വതയുള്ളൊരു സഭയായി ഇന്ന് പകൽ സഭ ഉറച്ചു നിൽക്കട്ടെ. അപ്പൊ പൗലോസിന്റെ പ്രാർത്ഥനകളെല്ലാം ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി. നമ്മുടെ ആത്മീക മനുഷ്യൻ, അതിലൊക്കെ ഈ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്നൊക്കെ പറഞ്ഞല്ലേ, പുറമേ ഉള്ള മനുഷ്യൻ ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ചാൽ മതി. പക്ഷെ അതിനേക്കാൾ ഭയങ്കരമാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്നുള്ളത്. ഈ ഫാസ്റ്റിംഗ് പറയിൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും അകമേ ഉള്ള മനുഷ്യൻ നാൾ അത് പുതുക്കം പ്രാപിക്കുന്നുവെങ്കിൽ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ അകത്തെ മനുഷ്യൻ ഒന്ന് ശക്തിപ്പെടണമേ. നമ്മൾ ആരാ? പൗലോസിന്റെ ഭാഷയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തേത്തിലേക്ക് പറയുന്ന ഭാഗം, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാ, നമ്മൾ മുൻനിയമിക്കപ്പെട്ടവരാ, പ്രീ ഡെസ്റ്റിനേറ്റ്, പ്രീ അപ്പോയിന്റ്മെന്റ് ചെയ്തവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. വി ആർ എ റെഡീംഡ് പീപ്പിൾ. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? വേറൊന്നും നമുക്കില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പദവി, നമ്മെ വീണ്ടെടുത്തു. ഒത്തിരി വാക്യങ്ങൾ അതിനകത്ത് കിടക്കുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്, വെള്ളി പൊന്ന് എന്ന് അഴിഞ്ഞു പോകുന്ന
വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? വീണ്ടെടുപ്പ് പ്രാപിച്ചവർ ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം പറഞ്ഞേ. ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ വീണ്ടെടുത്തു. പത്രോസ് കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചു. പക്ഷെ ആ പദവി ഭയങ്കരമാണ്. നമ്മൾ ആരാ? രാജകീയ, എത്ര വലിയ പദവിയിലേക്ക്! രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം, ശ്രേഷ്ഠജാതി, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഈ ഫാസ്റ്റിംഗ് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ ഇവിടെ പിടഞ്ഞു വീണാൽ നമുക്ക് പ്രത്യാശയുണ്ട്, അവൻ സ്വർഗത്തിനകത്താണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇതേക്കാലം യേശുവിൻ്റെ നാമത്തിൽ നമുക്കറിയാം, നമ്മുടെ പ്രത്യാശ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിനകത്താണ്. ആ തികഞ്ഞ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം മറ്റുള്ളവരെ പോലെയല്ല, നാം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. എബ്രായ ലേഖനത്തിന്റെ പഠനത്തിനകത്ത് ഭയങ്കരമാണല്ലേ, പൗലോസ് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പവർഫുൾ ആയിട്ട് മാറും. എബ്രായ ലേഖന പഠനത്തിൽ തീ കത്തുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തമാണ്. റോമാലേഖനത്തിനകത്ത് തീ കത്തുന്നൊരു വിഷയമുണ്ടെങ്കിൽ നീതീകരണമാണ്. എത്ര പേർക്ക് നിങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്? ഹല്ലേലൂയ! ദൈവത്തിൻ്റെ വിളി എത്ര ശ്രേഷ്ഠകരമാണ്, ദൈവത്തിൻ്റെ നിയമനം എത്ര ശ്രേഷ്ഠകരമാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൽ ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ അവരെ ദൈവം മുന്നമേ കണ്ടതാണ്. മുന്നമേ കാണാതിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊന്നും പ്രസംഗിക്കത്തില്ല. ടീം ഗോഷി പാസ് ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ മുന്നമേ നിയമിച്ചതാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. പക്ഷെ DJ ലെറ്റ്സാണ്ടർ പാസ് ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാണ് ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വാക്കി വെച്ചത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അല്പസമയം കരമടിച്ചെന്ന് പറ. ദൈവം നമ്മെ മുന്നമേ കണ്ടു, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവം നമ്മെ ദത്തെടുത്തു, ദൈവം നമ്മെ മുൻനിയമിച്ചു. വീണ്ടെടുപ്പ് നാളിനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മെ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കളെ അല്പസമയം ആരാധിച്ച്, രാജകീയ പുരോഹിത വർഗമാണ് നാം, വിശുദ്ധ വംശമാണ്, ശ്രേഷ്ഠ ജാതിയാണ്. സ്വതം വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. ദൈവത്തിന്റെ വിളി എത്ര ശ്രേഷ്ഠകരമാണ്! ഒരു ഉന്നതമായ വിളിക്ക് വേണ്ടി കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ വിളി എത്ര ഭയങ്കരമാണ്! 157 രാജ്യങ്ങളിലും ഇന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദം, അത് യേശുവാണ്. 250 കോടിയിലധികം ജനം ഇന്നും ആർത്തുപാടുന്ന ഒരൊറ്റ ശബ്ദം, അത് യേശു മാത്രം. കേരളത്തിലെ 14 ജില്ലകളിൽ ഉയർന്നു നിൽക്കുന്ന ഒറ്റ ശബ്ദം, അത് യേശു മാത്രമാണ്. ഇന്ത്യയുടെ 29 സ്റ്റേറ്റുകളിലും ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ശബ്ദം, ലോകരക്ഷകനായ യേശുവാണ്, നിത്യദൈവമായ യേശുവാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ലോകത്തിലെ ഇരുട്ടിന്റെ പ്രബല ശക്തികൾ കേൾക്കട്ടെ, ഇതുപോലൊരു നാമം വേറെയില്ല. ഏറ്റവും അധികം ഉയർത്തപ്പെടുന്ന ഒരൊറ്റ നാമം നസ്രയനായ യേശുവാണ്. ജീസസ്. നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടാൻ ലഭിച്ചത് എത്ര വലിയ ഭാഗ്യം! അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകാൻ ലഭിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് എത്രയോ പേർ ലോകപ്രകാരം ജീവിച്ച് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടാവിനെ ആരാധിച്ച് വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ദൈവം ചിലതിനെ നികഷ്ട ബുദ്ധിയിലൊക്കെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടാൻ ലഭിച്ച പദവി എത്ര ഭയങ്കരമാണ്! ഞാൻ അതോർത്ത് ഇന്ന് പകലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ! പൗലോസ് പറയുന്നുണ്ട്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം ദത്തെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുപ്പ് നാളിനായിട്ട് ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ആ ഭാഗങ്ങളൊന്ന് വായിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലും, ഒന്ന് എഫെസ്യർ ലേഖനം 1:4 മുതൽ. എഫെസ്യർ ലേഖനം 1:4 മുതൽ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവൾ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന
വീണ്ടെടുപ്പുണ്ട്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ജനമാണ് ദൈവത്തിൻ്റെ ജനം. സ്തോത്രം. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൻ്റെ അകത്ത് പൗലോസ് സഭയെക്കുറിച്ച് പറയുന്ന പരാമർശം നമുക്ക് കാണാതെ അറിയാം. ഞാനത് പറഞ്ഞു പോകുന്നു. സഭ കർത്താവിൻ്റെ ശരീരമാണ്. 1-ാം അധ്യായം അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്ന, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ദൈവത്തിൻ്റെ ഭവനമാണ്. 2:20 മുതൽ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരും. അടുത്ത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരുന്നു. അപ്പോൾ സഭ ദൈവത്തിന്റെ ഭവനമാണ്. 3-ാം അധ്യായത്തിലേക്ക് പൗലോസ് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, സഭ ഒരു ദൈവത്തിന്റെ മർമ്മമാണ്. 3-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. അപ്പോൾ സഭ ഒരു ദൈവത്തിൻ്റെ മർമ്മമായിട്ട് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ അകത്ത് നമുക്കറിയാം സഭയെ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് പറയപ്പെടുന്നു. 5-ാം അധ്യായത്തിൻ്റെ അകത്ത് സഭയെക്കുറിച്ച് പറയുന്നത്, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണ്. കറ ചുളുക്കം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണ്. 6-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഭാഗം അറിയാം. സഭ പൗലൂസ് ആ ഭാഗത്ത് എഴുതി നിർത്തുമ്പോൾ ശക്തമായി പറയുന്നു, സഭ ഒരു ആത്മീക പോരാട്ടത്തിനകത്താണ്. സഭ ഒരു ആത്മീക യുദ്ധത്തിനകത്താണ്. ഇന്നും നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവസഭ തിരിച്ചറിയണം, സഭ ഒരു വലിയ സ്പിരിച്വൽ വാർഫെയറിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ചെവി കേൾക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഇലക്ഷൻ്റെ സമയമാണ്. എവിടെയും വാഗ്ദാനങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശബ്ദ കോലാഹലങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വത്ര മീറ്റിങ്ങിന് വേണ്ടി മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴൊക്കെ ഈ ശബ്ദ കോലാഹലങ്ങൾ ഇങ്ങനെ അടുത്തിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാലത്തിലേക്ക്, ഒരു വല്ലാത്ത കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ പോലും തുറക്കാൻ പോലും പറ്റാത്തൊരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയുന്നു, സഭ ഉണർന്നേ പറ്റത്തുള്ളൂ. സഭ ആത്മീയത്തിലൊന്ന് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട നാഴിക വന്നിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തെക്കാളും രക്ഷ അത് ഏറ്റവും അടുത്തിരിക്കുന്നു. അത് ആത്മാവിൽ പ്രാപിച്ചെന്ന് കരമടിച്ച് പറ, ഇത് ഒരു ഉണർവിൻ്റെ കാലമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ദൈവം ചിലരെ തീ ജ്വാലകളാക്കി ദൈവാത്മാവ് ഇന്ന് പകൽ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ദൈവം ചിലരെ പുത്തൻ ശക്തിയോടെ ഒന്നുകൂടി ആത്മാവിൽ മൂർച്ച കൂട്ടി യേശുവിന്റെ നാമത്തെ ദൈവം ചിലതിനെ ചില ദൈവദാസന്മാർ ആത്മാവിന്റെ ഇരട്ടി ശക്തിയോടെ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് എത്ര പേർ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്? അതുകൊണ്ട് എഫെസ്യർ ലേഖനം 5:14 പറയുന്ന കാര്യമാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എഫെസോസിലെ സഭ എന്ത് ചെയ്തു? ഇന്ന് എത്രയോ പേർ ആത്മീയ ഉറക്കത്തിനകത്താണ്. സ്തോത്രം. അവരുടെ സംസാര ശൈലി തെറ്റി, അവരുടെ നടപ്പ് തെറ്റിപ്പോയി. ആമേൻ. നടപ്പ് തെറ്റിയ സംസാരം തെറ്റും, സംസാരം തെറ്റിയ പ്രവൃത്തി തെറ്റും, പ്രവൃത്തി തെറ്റിയാൽ ആത്മീയത്തിൽ ഉറങ്ങും. അതിനപ്പുറം കറയും ചുളുക്കും അകത്തു വരും. ഒന്നുകൂടി പറഞ്ഞാൽ നീ കൃപയിൽ നിന്ന് വീഴും. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ആത്മീയത്തിൽ ഉണരാൻ തയ്യാറാണ്? അഭിഷേകത്തോടെ ഇതിനകത്ത് എഴുന്നേൽക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാണ്? ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. എനിക്കറിയാം, ദൈവം ശക്തമായി ഉപയോഗിക്കുന്നവർ ഇതിനകത്തുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വലുതാണ്. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിളി വലുതാണ്. നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൗത്യം വലുതാണ്. പക്ഷെ നിയോഗം മറന്നു ഉറങ്ങുന്ന യോനയെ ഇന്ന് പകൽ നീ എഴുന്നേൽക്കണം.
ഓ ജീസസ്, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദർശനം മറന്ന് ഉറങ്ങുന്ന യോനയെ പോലെ, ദൗത്യം മറന്നുറങ്ങുന്ന യോനയെ പോലെ, ദൈവകൃപയുടെ അകത്ത് കയറാൻ കഴിയാതെ ലോകമാകുന്ന ജഡത്തിന്റെ മടിയിൽ തലവച്ചുറങ്ങുന്ന ശിംശോനെ ഇന്ന് പകൽ നീ എഴുന്നേറ്റുവോ? ഓ ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്. ശുശ്രൂഷ ഉള്ള പലതിനെയും ശത്രു ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൃപ പ്രാപിച്ചവർ ആത്മാവിൽ ആരാധിച്ച് ആ കെട്ടുപൊട്ടി പുറത്തു വരട്ടെ. ഇസബേലിന്റെ വെല്ലുവിളി ഭയന്ന് ചൂരച്ചെടി തണൽ കിടന്നുറങ്ങുന്ന ഏലിയാവേ, നിന്റെ ശുശ്രൂഷ ഇതല്ല, എഴുന്നേൽക്ക്. നിനക്കൊരു ദൂരയാത്ര ചെയ്യുവാനുണ്ട്. അറബി രാജ്യങ്ങളിൽ ദൈവം നിന്നെ എടുത്തെറിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശുശ്രൂഷ ദൈവം മാനിക്കാൻ പോകുന്നു. അനേക സ്റ്റേജുകളിൽ ഒരു കാഴ്ച വസ്തു പോലെ ദൈവം ഉപയോഗിക്കും. ഒരു പന്ത് പോലെ എടുത്തെറിയാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ദൈവത്തിന് നിന്നെ ചില മേഖല ഉയർത്താൻ ആഗ്രഹമുണ്ട്. ചില കോൺഫറൻസുകളിൽ പ്രസംഗിക്കുവാൻ, ചില സെമിനാറുകളിൽ പ്രസംഗിക്കുവാൻ, ചില പബ്ലിക് മീറ്റിങ്ങുകൾ പ്രസംഗിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് മൂർച്ചയോടെ ഇത് അവൻ്റെ കയ്യിലെ മിനുസമുള്ള അമ്പായി ദൈവം എടുത്തെറിയാൻ പോകുന്നു. അവിടെ ആ ബലമുള്ള കൈക്കിടി താണിരുന്നു. ഒരു ശുശ്രൂഷയുണ്ട്. ഈ ഫാസ്റ്റിംഗ് പ്രയർ പോലും പൂർത്തീകരിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ചു. ഈ പ്രാർത്ഥന തുടങ്ങിയ സമയം മുതൽ ഇത് പൂർത്തീകരിക്കത്തില്ലെന്ന് ശത്രു നന്നായിട്ട് വെല്ലുവിളിച്ചു. പക്ഷെ ദൈവം ഇരുത്തിയതാണ്. കുറിച്ചിട്ടോ വരുന്ന ചില വർഷങ്ങൾ ഓടാനുള്ളൊരു ബലം ദൈവം കൈമാറാൻ പോകുകയാണ്. അനേകം പേർ ദർശനം മറന്ന് ഉറങ്ങുമ്പോൾ, അനേകം പേർ ദൗത്യം മറന്ന് ഉറങ്ങുമ്പോൾ, അനേകം പേർ ദൈവകൃപ വിട്ട് ഉറങ്ങിക്കളയുമ്പോൾ ഇന്ന് പകലൊന്ന് ഉണർന്ന് എഴുന്നേറ്റോ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ചില രാജ്യങ്ങൾ കുറിച്ചിട്ടോ. 2026, 27 കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ചില രാജ്യങ്ങളിലേക്ക് ദൈവം വലിച്ചെറിയും. ഈ ദിവസം പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുന്നു. എത്ര പേർ ഈ പകൽ വിശ്വസിക്കുന്നുണ്ട്? ഈ മീറ്റിങ്ങിനകത്ത് ദൗത്യം മറന്നുറങ്ങുന്ന യോനയെ പോലെയല്ല, ദൈവത്തിന്റെ നിയോഗം മറന്നുറങ്ങുന്ന യോനയെ പോലെയല്ല. ഇന്ന് പകൽ ചിലർ എഴുന്നേറ്റ് പുറത്തു വരട്ടെ. ദൈവത്തിന് ചിലരെ ഈ തലമുറയിൽ ഉപയോഗിക്കാൻ പ്ലാനുണ്ട്. ഈ തലമുറയെ തീജ്വാലയായി എത്ര പേർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ എനിക്കറിയാം ഫാസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഉപവാസത്തിലാണോ പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ഫാസ്റ്റിംഗ് കടന്ന് എഴുന്നേൽക്കുമ്പോൾ ദൈവം അടയപ്പെട്ട വാതിൽ തുറക്കാൻ പോവുകയാണ്. ദൈവത്തോടൊപ്പം ഇരുന്ന മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ഒരുത്തൻ എന്നിലും എൻ്റെ വചനം അവനിലും വസിച്ചാൽ വളരെ ഫലം കായ്ക്കുന്നത് പോലെ, കർത്താവിൻ്റെ മാറോട് തൻ്റെ ഭക്തൻ ചേർന്നിരുന്നത് പോലെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നീ കുറിച്ചിടുക, ദൈവം നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. ശത്രു എത്ര അടച്ചു വെച്ചാലും ദൈവം തുറക്കുന്ന വാതിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തടയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് പകൽ ഉറച്ചു പറയുന്നു, നീ അറിയാത്ത ചില വഴികൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇത് ഉറങ്ങേണ്ട സമയമല്ല. ശിവമാതി പാസ ദൈവം ഉപയോഗിക്കാൻ പോകുക ശക്തമായിട്ട്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഫാസ്റ്റിംഗ് പറയുന്ന ചില ദിവസങ്ങൾ ദൈവദാസന്മാരോടൊപ്പം ഇരിക്കുമെങ്കിൽ ദൈവാത്മാപ്രധാനമായി ചില വചന വെളിപ്പാടിലേക്ക്, ചില അധികാരത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൈപിടിക്കാൻ പോകുകയാണ്. ചില നേതൃത്വങ്ങളിലേക്ക് എടുത്തെറിയാൻ പോകുക ദൈവാത്മാവ്. ചില റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പോകുകയാണ്. ചില ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഉപയോഗിക്കാൻ പോകുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടൊരു മാന്യപാത്രമായി ഒരു ശൗലിനെ പൗലൂസാക്കി മാറ്റിയതുപോലെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ദർശനം മറന്ന് ഉറങ്ങേണ്ട സമയമല്ല ഈ സമയം. നമുക്കറിയാം ഇന്ന് ഒത്തിരി കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള അനേകം പേർ, പാസ്റ്റേഴ്സ് മാത്രമല്ല അനേക വിശ്വാസികൾ ആത്മീയത്തിൽ ഉറങ്ങുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എഴുന്നേൽക്കണം, നിങ്ങൾ ഉണരണം. ഏലിയാവ് ഇസബേലിൻ്റെ വെല്ലുവിളി കേട്ടാണ് ഇവിടെ ചൂരച്ചെടി തണൽ ചെന്ന് കിടക്കുക. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ചെറിയ വെല്ലുവിളിയാണോ? നാളെ ഈ സമയത്ത് അവരിൽ ഒരുവനെ പോലെ നിന്നായിക്കളയും. ഹല്ലേലൂയ. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകലും പറയുന്ന പാസ്റ്റേ ഒത്തിരി വെല്ലുവിളി മാറുകയാണ്.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകലും ചില അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ ഇവിടെ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൗത്യം മറന്നുറങ്ങിയ യോനെ പോലെ ഉറങ്ങാനുള്ളവനല്ല നീ. വെല്ലുവിളി കേട്ട്, ഇസബേലിന്റെ വെല്ലുവിളി കേട്ട് ചൂരച്ചെടി തണൽ കിടക്കുന്ന ഏലിയാവിനെ പോലെ കിടക്കാനുള്ളവനല്ല. എഴുന്നേൽക്കുക, ഒരു ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ശുശ്രൂഷ തീർന്നിട്ടില്ല. ദൈവം നിന്റെ അഭിഷേകത്തോടെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് ആത്മനിറവിൽ വിളിച്ചു പറയുന്നു, നമ്മൾ എഴുന്നേൽക്കണം. എൻ്റെ എഫെസ്യ ലേഖനത്തിലെ വചന പഠനത്തിൽ എന്നെ ഈ ഭാഗം അങ്ങ് ടച്ച് ചെയ്തു. അതാണ് ഞാൻ ആ ഭാഗത്ത് കയറി അങ്ങ് നിന്നത്. കാര്യം നമ്മൾ പലപ്പോഴും ആത്മീയത്തിൽ എന്ത് ചെയ്യുന്നു? ഉറങ്ങിപ്പോകുന്നു. പലതിൻ്റെയും പിൻപിൽ സോഷ്യൽ മീഡിയയുടെ അകത്ത് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ലോകമാകുന്ന ജഡത്തിൻ്റെ ഇച്ഛകൾക്കകത്ത് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ദൗത്യം മറന്നുറങ്ങിയ യോനെ പോലെ ഇന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഓ, വെല്ലുവിളി കേട്ട് ഉറങ്ങിയ സ്തോത്രം, ആമേൻ, സ്തോത്രം. ഏലിയാവിനെ പോലെ ചിലർ ഇന്ന് ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ യൂത്തിക്കോസിനെ പോലെ പ്രസംഗം നീണ്ടുപോയത് കൊണ്ട് ഉറങ്ങിയ ആൾക്കാർ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് പകൽ എല്ലാവരോടും ഞാൻ ആത്മാവിൽ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. എത്ര ദൈവം ഈ PMG പ്രസ്ഥാനത്തിൽ ദൈവത്തിന്റെ ഭക്തന്മാർ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ, എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ഒന്ന് കരമടിച്ച് നന്നായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞേ. ഇത് ഉറങ്ങേണ്ട സമയമല്ല, ഇത് എഴുന്നേൽക്കേണ്ട സമയമാണ്. സുവിശേഷത്തിന്റെ ദർശനവുമായി ഇനിയും ഏറെ കർത്താവിന് വേണ്ടി ഓടാനുണ്ട്. ഇനിയും ഏറെ ദൈവത്തിന് വേണ്ടി ഓടാനുണ്ട്. ഇനിയും ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്, ചില മഹത്തരമായ ശുശ്രൂഷകൾ, ചില തേജസ്സേറിയ ശുശ്രൂഷകൾ, ചില മഹത്തരമായ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സ്വസ്ഥത കാണും? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സമാധാനം വരും? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശാന്തത ഉണ്ടാകും? ഹല്ലേലൂയ. കൊരിന്ത്യയിലെ സഭയ്ക്കകത്ത് നിങ്ങൾക്കറിയാം 4 പക്ഷമാണ്. അതിനകത്ത് പിന്നെ എങ്ങനെ സ്വസ്ഥത? കുറച്ചുപേര് അപ്പൊല്ലോസിന്റെ പക്ഷം, കുറച്ചുപേര് പൗലോസിന്റെ പക്ഷം, കുറച്ചുപേര് പത്രോസിന്റെ പക്ഷം. ഇതിലൊന്നും പെടാതെ കുറച്ചുപേര് യേശുവിനെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പക്ഷം പിടിക്കേണ്ട സമയമല്ല ഈ സമയം. നമുക്ക് ഇത് യേശുവിനെ ഉയർത്തേണ്ട സമയമാണ്. ഇത് അന്ത്യകാലമാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിപ്പിച്ച് കളയാൻ പിശാചിന് അത്ഭുതങ്ങളും അലയാളങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സഭയുടെ മുൻപിൽ നിന്ന് കൂടെ പറയുന്ന പിശാചിന് ഇടം. ഞാൻ ഇന്നടുത്ത 2 വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്യം അതും കൂടെ ഉണ്ട്. നിങ്ങൾ ഇത് കുറിച്ചിട്ടോണം. പിശാചിനിടം 40 ദിവസം ഇരുന്നിട്ടും 40 ദിവസം ഇരുന്നിട്ടൊന്നും കാര്യമില്ല. എഴുന്നേറ്റിട്ട് പിശാചിന് ഇടം കൊടുത്ത സ്തോത്രം. മോശ അനുഭവിച്ച ദൈവസാന്നിധ്യം ഭയങ്കരമാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ ഭയങ്കരമായിരുന്നു. പക്ഷെ പെട്ടെന്ന് കോപിച്ച് പാറയൊക്കെ ഇങ്ങ് അടിക്കുക. പെട്ടെന്ന് കോപം വന്ന് എഴുതിക്കൊണ്ടുവന്ന കൽപ്പനയിലെ എറിഞ്ഞങ്ങ് ഉടക്കിയ. പിന്നെ 40 ഇരുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ പറയുന്നു. സ്തോത്രം. 40 ഇരുന്ന് ദൈവ തേജസ്സിന്റെ ആത്മമണ്ഡലത്തിൻ്റെ അകത്ത് ഇറങ്ങി വന്നപ്പോൾ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുക. ഇത് കണ്ടപ്പോൾ ലീഡറിന് പിടിച്ചില്ല. എഴുതിക്കൊണ്ടുവന്ന പ്രമാണത്തെ എല്ലാം എറിഞ്ഞ് ഉടച്ചുകളും. 40 ഇരുന്നതിൻ്റെ ദൈവസാനത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പിശാചിനിടം കൊടുക്കരുത്. ഞാൻ സഭയോട് പറയുന്നു, ഇവിടുത്തെ സ്തോത്രം ആമേ ജനത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ പിശാചിനിടം കൊടുക്കരുത്. നിങ്ങൾ 40 ഇരുന്നതിലല്ല കാര്യം. പക്ഷെ ഇവിടെ നെടുനിൽക്കുമ്പോൾ ശത്രുതന്ത്രങ്ങൾ കൊണ്ടുവരും. ഇസ്രായേൽ ജനം കുടിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ആര് വന്നു? അമാലേക്ക് വന്നു. നമ്മൾ ഇവിടെ നിന്ന് കുടിച്ച് തൃപ്തിയൊക്കെ പ്രാപിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അമാലേക്ക് വരും. അത് എങ്ങനെ വരുന്നു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു 40 ദിവസം ഇരുന്ന് ഉപവാസമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ പരീക്ഷകൻ പിശാച് അടുത്തടുക്കൊരു പാസ്റ്റർ പറഞ്ഞതാണ്, ഇത്രയും വർഷങ്ങളായി പിശാചിന്റെ തലയൊക്കെ കാൽവരിയിൽ യേശു തകർത്തു. പക്ഷെ അവന്റെ തന്ത്രങ്ങൾ ഭയങ്കരമാണ്. എത്ര പേർക്ക് അറിയാം? സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു. അനുഭവമുള്ള പത്രോസ് പറയുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ്. നിങ്ങൾ എത്ര പേർ തിരിച്ചറിയുന്നുണ്ടത്? അതുകൊണ്ട് ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് ആരും പിശാചിന് ഇടം കൊടുക്കരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, ദൈവത്തിന് കീഴടങ്ങുക.
പിശാചിനോട് എതിർത്ത് നിൽക്കുക, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഞാനൊരു ദൂത് കയറി പറയാം, നിങ്ങൾ ഏറ്റെടുക്കുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്ന ദൂതുകളാണ്. ഈ സഭയ്ക്കെതിരെ, അല്ലെങ്കിൽ ദൈവദാസന്മാർക്കെതിരെ, അല്ലെങ്കിൽ ശുശ്രൂഷകൾക്കെതിരെ, ഈ പ്രസ്ഥാനത്തിനെതിരെ പിശാച് ഒരുക്കുന്ന ചില പ്ലാനുകൾ ഈ മീറ്റിങ്ങിൽ പൊളിഞ്ഞിരിക്കും. അത് നിങ്ങൾക്ക് 100% ഉറപ്പ് ഞാൻ അതിൻ്റെ തരുന്നു. ഈ ഫാസ്റ്റിംഗ് വരെ വേറെ ഒന്നും നടന്നില്ലെങ്കിലും നിങ്ങൾക്കെതിരെ ആണിയറയിൽ എത്ര ഒറ്റക്കെട്ടായി ഓ രാമ ശംധ രഗജ ദുരഗക്ഷാദര പ്രൗഷഭ രക്ഷകർ അർത്ഥവ രക്ഷം പ്രൗഢവ രക്ഷ. വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ദൈവമക്കൾക്കെതിരെ വ്യാപരിക്കുന്ന ചില ആഭിചാര ശക്തികൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില വിളിച്ച് നേർച്ചകൾ, ചില ക്ഷുദ്ര പ്രയോഗങ്ങൾ ഇന്ന് പകൽ പൊട്ടുകയാ. ചില അന്യായ ബന്ധനങ്ങൾ ഇന്ന് പകൽ ഇവിടെ പൊട്ടുകയാ. അന്യഭാഷയോട് ഇന്ന് പകൽക്കാലം ആത്മാവിലും ആരാധിച്ച് ഇതിനകത്ത് നീ എഴുന്നേൽക്കുമ്പോൾ തീ ജ്വാലകളായി നിന്നെ ഒതുക്കുമെന്ന്, നിന്നെ തകർക്കുമെന്ന്, നിന്റെ അഭിഷേകത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് എഴുതി വെച്ച ചില കെട്ടുകൾ, രേഖകൾ, നിനക്ക് വിരോധമായി ഉയർന്നു വന്ന ചില കൈയെഴുത്തുകൾ ദൈവാത്മാവ് പൊളിക്കുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നാളും നാഴികയും അറിയാത്തതിനാൽ നീ ഒന്ന് ഉണർന്നിരിക്കുക. പിശാച് കള വിതയ്ക്കാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരിക്കുക. അവന്റെ തന്ത്രത്തെ നിങ്ങൾ ജയിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ തന്ത്രങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടുകയാണ്. സ്വത്രം 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ വിശ്വസിക്കുന്ന ഈ പട്ടണത്തിന് വിടുതലാണ്, ഈ ദേശത്തിന് വിടുതലാണ്. നമുക്ക് ഉറപ്പ് പറയാം, ഈ പട്ടണത്തിൽ ഈ സഭ തല ഉയർത്തണം. ഈ രീതിയിലല്ല, ഇതിനേക്കാൾ അപ്പുറമായി. എത്ര ദൈവമക്കൾ വിശ്വസിക്കും? ഈ രീതിയിലല്ല, ഈ പ്രസ്ഥാനം ഇതിനേക്കാൾ പവർഫുള്ളായി, ഇതിനേക്കാൾ ശക്തിയോടെ ഈ പട്ടണത്തിൽ ഇതിന്റെ തലയെ എന്റെ അപ്പൻ ഉയർത്താൻ പോകുന്നു. മോശയുടെ കരം ഉയർന്നിരുന്നപ്പോ ഇസ്രായേൽ മക്കളുടെ ജയമുണ്ടായതുപോലെ, മോശയുടെ കരത്തിന് ശക്തി പകരുവാൻ ഒരു അഹരോനും ഹൂരും ഉണ്ടായതുപോലെ ചില വിശ്വസ്തരായ കരങ്ങൾ ഇന്ന് പകൽ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ ജീസസ്. നമുക്കറിയാം, എത്ര ശക്തനായ ലീഡറും തളരുന്ന സമയമുണ്ട്. നമ്മളിനെ എത്ര കരുത്തരെന്ന് പറഞ്ഞാലും നമ്മൾ ക്ഷീണിക്കുന്ന സമയങ്ങളുണ്ട്. ഏലിയാവ് കരുത്തനല്ലയോ? പക്ഷെ ഏലിയാവ് ക്ഷീണിച്ചില്ലയോ? മോശ കരുത്തനായിരുന്നു. ഒരിക്കൽ മോശ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവം എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാൽ. ഒരു ഭാരം അത്ര പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ചെങ്കടൽ തീരമതിൽ തൻ ദാസർ കേണതുപോൽ ചങ്കിന് നേരെ വരും, വൻ ഭാരത്തെ എടുത്തു മാറ്റിക്കളയും. ചില വൻഭാരങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദൈവം എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ യിരെമ്യാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈ ജനത്തെ വിട്ട് മരുഭൂമിയിൽ ഒരു സത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി വിശ്രമിക്കാം. അപ്പൊ പിന്നെ പ്രതികൂലം പറയണോ? ലോകപ്രസിദ്ധനായ 3-ാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ട പൗലോസ് പ്രാർത്ഥിച്ചു: വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, കർത്താവ് എങ്ങനെയെങ്കിലും ഇവിടെ വിട്ടങ്ങ്. അങ്ങനെ പ്രാർത്ഥിച്ച ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ട്. മതി കർത്താവ്, എൻ്റെ പ്രാണനെ എടുത്താൽ മതിയെന്ന് കരഞ്ഞ ഒത്തിരി പേര് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്. ശുശ്രൂഷയിൽ വന്ന പ്രശ്നങ്ങൾ നിമിത്തം, സഭയിൽ വന്ന വെല്ലുവിളികൾ നിമിത്തം ഇനി തീർന്നാൽ മതി. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു: ഇല്ല, തീർന്നു പോകത്തില്ല. ക്ഷീണിക്കാനല്ല, ശക്തിയെ പുതുക്കാൻ പോകുകയാണ്. ചിറകടിച്ച് ഉയരാൻ പോകുകയാണ്. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? തീർന്നു പോയിട്ടില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ച് ഉയരാൻ പോകുകയാണ്. ആത്മാവിൽ ആരാധിക്കുക. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ കൂട്ട സ്നാനങ്ങൾ നടക്കണം.
സഭ 3000 മാറിയതുപോലെ, സഭ 5000 മാറിയതുപോലെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവര് പോലെ ഈ മീറ്റിംഗിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പണ്ടത്തെ കാലത്തെ പോലെ ഒരു നല്ല കാലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകുക. നമ്മൾ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഉപദേശത്തിനും ജീവിത വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്നൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ആമൻ, ഒരിക്കലും കളങ്കം ചാർത്താത്ത രീതിയിൽ ഇന്നും ദൈവത്തിന് വേണ്ടി ഉയർന്നു നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഇവിടെ നിന്നുകൊണ്ട് ചങ്കുറപ്പോടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അതിനൊരു കളങ്കം വരാതെ, ആമേൻ, അതിനൊരു ചുളുക്കമുണ്ടാകാതെ ദൈവത്തിന്റെ സഭ ദേശത്ത് ഉയർന്നു നിൽക്കാൻ പോകുന്നു. അത് ആത്മാവിൽ വിശ്വസിക്കട്ടെ. ഇങ്ങനെ ഒരു ശക്തമായ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്രയോ പൈശാചിക കളങ്ങളുണ്ടെന്ന് അറിയാമോ? ഈ 21 ദിവസമൊക്കെ നമ്മൾ ഒരുമിച്ച് ഇവിടെ എല്ലാ അഭിഷിക്തന്മാരും ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞതുപോലെ നമുക്ക് പോരാട്ടം ജഡ. ഇപ്പൊ അടുത്തിരിക്കുന്ന പാസ്റ്ററോട് പോരാട്ടം ഉണ്ടോ എന്ന് പറയണം. അടുത്തിരിക്കുന്ന വിശ്വാസിയോട് പോരാട്ടം ഉണ്ടോ? പക്ഷെ നമുക്ക് നേരെ തിരിച്ചാണ്. അടുത്തിരിക്കുന്ന പാസ്റ്ററോടാണ് പോരാട്ടം. അടുത്തിരിക്കുന്ന വിശ്വാസിയോടാണ് നമുക്ക് പോരാട്ടം. സഹോദരൻ, നമുക്ക് പരസ്പരം ഒരു പോരാട്ടവും ഇല്ല. നിങ്ങൾ തിരിച്ചറിയുക, നമുക്ക് പോരാട്ടം അദൃശ്യ ശക്തിയോടാണ്. യേശു കർത്താവ് പറയുന്നു, ദൈവശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. പക്ഷെ അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിൽ അവൻ പിടിച്ചു വെച്ച കൊള്ള നമ്മൾ പങ്കു ചെയ്യും. എനിക്ക് അനുകൂലമല്ലാത്ത ഒരുവൻ നിൽക്കുന്നുണ്ട്, അവൻ എനിക്ക് പ്രതികൂലമാണ്. അപ്പൊ നമുക്കെതിരെ നിൽക്കുന്നൊരു ശക്തിയുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ വിശുദ്ധിക്കെതിരെ നിൽക്കുന്നൊരു ശക്തിയുണ്ട്. നമ്മുടെ വേർപാടിനെതിരെ നിൽക്കുന്നൊരു ശക്തിയുണ്ട്. നമ്മുടെ അഭിഷേകത്തിനെതിരെ നിൽക്കുന്നൊരു ശക്തിയുണ്ട്. എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ട്? നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നൊരു ശക്തിയുണ്ട്. നിങ്ങളുടെ ഐക്യതയെ കെടുത്തിക്കളയുന്നൊരു ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ ശക്തമായി പറയുന്നു, നിങ്ങൾ തിരിച്ചറിയുക. ദൈവം എനിക്ക് തരുന്ന വെളിപ്പാടിൽ പറയുന്നു, ദൈവസഭ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇവിടെ ഞാൻ പാസ്റ്റേഴ്സിനോട് പറയുന്നു, സഹോദരിമാരോട് പറയുന്നു, എനിക്ക് തരുന്ന വെളിപ്പാട് പറയുന്നത്, നിങ്ങൾ ഐക്യതയോടെ നിൽക്കണം. നമ്മുടെ ഇടയിൽ ഐക്യതയില്ലെങ്കിൽ പിശാചകത്ത് കയറും. സ്വതന്ത്രം നമ്മൾ 50 പേരുണ്ടെങ്കിൽ 100 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരാള് പിശാച് ആരുടെ മേൽ കടന്നു? യൂദയുടെ മേൽ കയറി. അനന്യാസിന്റെയും സബീറയുടെയും ഹൃദയത്തെ സാത്താൻ കൈവശമാക്കി. അതുകൊണ്ട് ഞാൻ അതാണ് ആ വാക്യം എഴുതി വെച്ച്, നിങ്ങൾ ആ ദൂതൊന്ന് അടിവരയിട്ടോണം, പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലെങ്കിൽ ശത്രു അകത്ത് കയറും. പക്ഷെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നിങ്ങൾ പിശാചിനെ ജയിക്കാൻ പോകുകയാണ്. ഓ, സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു ബൈബിൾ പറയുമ്പോൾ ഇന്ന് പകൽ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അറുക്കപ്പെട്ട കുഞ്ഞാട്, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉള്ളപ്പോൾ കുഞ്ഞാട്ടിന്റെ രക്തം ഹേതുവായി, തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായി അവർ പിശാചിനെ ജയിച്ചുവെങ്കിൽ എത്ര പേർ ഒന്ന് കരമടിച്ചു പറഞ്ഞ് ഐക്യത ഇല്ലാതായി കളയുന്ന, തമ്മിൽ അടുപ്പിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ ഇവിടെ തകരട്ടെ. ഒറ്റക്കെട്ടായി എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഒറ്റക്കെട്ടായിട്ട് സഭ നിൽക്കുമെങ്കിൽ, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നിങ്ങൾക്കെതിരെ വരുന്ന ഒരു പാതാള ശക്തികളും നിങ്ങൾക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തോട് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, നമ്മൾ അതിനെ ജയിക്കും. നമുക്കെതിരെ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആമേൻ, എഫെസ്യ ലേഖനം 6:10, കർത്താവിലും അവന്റെ ആമീത ബലത്തിൽ എന്ത് ചെയ്യണം? ഇത് ഹോർലിക്സ് കഴിച്ചുള്ള ബലമല്ല, ഇത് കോംപ്ലൈൻ കഴിച്ചുള്ള ബലമല്ല. സ്വതന്ത്രം. ഇത് ജിമ്മിൽ പോയി ബോഡി അടിച്ചു പെരുക്കുന്ന ബലമല്ല.
നിങ്ങൾ തെറ്റിയതല്ല. നിങ്ങൾ ഇത് കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നതാണ്. ഇത് വചനധ്യാനത്തിൽ കിട്ടുന്ന ബലം, ഇത് പ്രാർത്ഥനയിൽ കിട്ടുന്ന ബലം, ഇത് വിശുദ്ധിയിൽ കൂടെ കിട്ടുന്ന ബലമാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിലും അവന്റെ ആമീത ബലത്തിലും ശക്തിപ്പെടുവാൻ ഒരു തലമുറയെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, പൗലൂസിന്റെ 3 മിഷണറി യാത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടഫായ ഒരു സ്ഥലമാണ് എഫെസോസ് എന്ന് പറയുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ പൗലൂസ് പോയിട്ടുണ്ട്. ഫിലിപ്പിയായി പോയപ്പോൾ അവിടെ നേരിടേണ്ടി വന്നത് വെളിച്ചപ്പാടത്തെ സ്ത്രീയെ. കൊരിന്തിലും പ്രശ്നങ്ങൾ വന്നു, എങ്കിലും ദൈവാത്മാവ് ഇടപെട്ട് നീ ധൈര്യമായി പ്രസംഗിക്കണം, എനിക്കൊരു കൂട്ടം ജനമുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രശ്നം തലപൊക്കിയൊരു സ്ഥലമാണ് എഫെസോസ് പട്ടണം. നിങ്ങൾക്ക് ദൈവദാസന്മാർക്ക് നന്നായിട്ട് അറിയാം, ആ പട്ടണത്തിൻ്റെ അകത്ത് ആഭിചാരവും മന്ത്രവാദവും ഒരു വലിയ ഏക്കർ അടക്കി ഭരിക്കുന്ന ഒരു ശക്തി അവിടെ ഉണ്ടായിരുന്നു. സ്വതന്ത്രം. ഞാൻ നിങ്ങളോട് പറയാം, എത്ര വലിയ പൈശാചിക തേർവാഴ്ച ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ, അതിൻ്റെ അകത്തൊരു തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു 12 പേര് മതി. എപ്പഫ്രാസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തി മതി. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പൗലോസ് എഴുതി വെച്ചു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഒന്ന് ആത്മാവിലും ആരാധിച്ച യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തി ഭയങ്കരമാണ്. ഇതിനകത്ത് എഴുന്നേൽക്കുമ്പോൾ ചിലരെ ദൈവ ആത്മാവ് അഭിഷേകം ചെയ്യും. ശുശ്രൂഷയുടെ അടുത്ത തലം വെളിപ്പെടട്ടെ. പത്രോസിന്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായതുപോലെ, പൗലൂസിന്റെ റൂമാലിട്ടപ്പോൾ രോഗി സൗഖ്യമായതുപോലെ ചില അസാധാരണമായ ഡെലിവറൻസുകൾ ഒന്ന് ആത്മാവിലും ആരാധിച്ച് കമനഘടകം യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മസാന്നിധ്യത്തിനകത്ത് ചലിക്കട്ടെ. ദൈവകൃപ ഇതിനകത്ത് ചലിക്കട്ടെ. ഒരു വലിയ ആത്മപകർച്ചയിലേക്ക് ശമരിയായിലുണ്ടായ ആത്മപകർച്ച പോലെ, എഫെസോസിലുണ്ടായ ആത്മപകർച്ച പോലെ, കൊർന്നല്യോസിന്റെ വീട്ടിലുണ്ടായ ആത്മപകർച്ച പോലെ, മാളിക മുറിക്കകത്തുണ്ടായ ആത്മപകർച്ച പോലെ ഒരു ആത്മപകർച്ച ഇതിനകത്തേക്ക് ചലിക്കട്ടെ. തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്തേക്ക് ഇറങ്ങി വരട്ടെ. രക്ഷകരർത്ഥം വേദം പ്രൗഢം ദുനിയം ദിഗനം ജഗനം ഹസ്തൽ പ്രൗഢ റീവൽ കടകം ദുനിയ ദിഗന. എന്റെ ഭാഷയോട് ആരാധിക്കട്ടെ. എനിക്ക് വലുതും സഫലമായൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എതിരാളികൾ അനവധി ഉണ്ടെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, യേശുവിന്റെ നാമത്തിൽ സുവിശേഷത്തിനായൊരു വാതിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ വാതിൽ, കാരാഗൃഹത്തിന്റെ വാതിൽ നിങ്ങൾക്കായിട്ട് ഇന്ന് പകലും തുറന്നു വരട്ടെ. അസാധാരണമായ ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ മേൽ കൈമാറാൻ പോകുന്നു. സ്തോത്രം. തുറന്നോസിന്റെ പാഠശാലയിൽ 12 പേർ. ഞാൻ പറയാം, അഭിഷേകമുള്ള ഒരാൾ മതി. എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന്, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങൾ ഐക്യതയോടെ ഇവിടെ നിന്ന് എഴുന്നേറ്റ, ഐക്യതയോടെ ഇവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ, നിങ്ങൾ തീജ്വാലകളായി മാറും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും. നിങ്ങൾ കാൽ ചവിട്ടുന്ന ഇടത്ത് പിശാചിന്റെ സാമ്രാജ്യങ്ങൾ തകരും. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും. മെലുത്തായിൽ ബന്ധനങ്ങൾ കത്തിയതുപോലെ ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്കൂടെ അസാധാരണമായ ഒരു സൂപ്പർ നാച്ചുറലായ ചില ദൈവ പ്രവർത്തികൾ ദൈവത്തിന്റെ ആത്മാവ് ചില ദൈവദാസന്മാരിൽ കൂടി, ചില ദൈവദാസിമാരിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നു. എത്ര പേർ ആത്മാവിൽ അന്യഭാഷയോടെ പ്രാർത്ഥിക്കുന്നു? കർത്താവേ, അങ്ങനെ തീജ്വാലകളായി ഇതിനകത്ത് നിർത്തണമേ എന്ന് എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ചിലർ തീജ്വാലകളായി മാറട്ടെ. മാരക രോഗബന്ധനങ്ങൾ
ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടപ്പ. കടും കട്ടിയായി ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടി മാറട്ടപ്പ. ഉപവസിക്കാൻ പോലും കഴിയാതെ, പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ തീ തൊട്ട ചണ നൂൽ പോലെ ഇന്ന് പകൽ പൊട്ടട്ടെ. ഓ, ഒരു വലിയ ആത്മപകർച്ച, ഒരു വലിയ ദൈവശക്തി ഇന്ന് പകൽ ഇതിനകത്തേക്ക് വെളിപ്പെട്ട് വരട്ടെ. തുല്യമായൊരു ബലം, പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുന്നു. ഇന്ന് പകൽ ചിലതിന്റെ മേൽ ഒരു അത്യന്ത ശക്തി, ഒരു ഉയർപ്പിന്റെ ശക്തി, നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി. ഓ, ഈ ഉപവാസം വലിയ വിടുതലായി മാറട്ടെ. ഉപവാസത്താലും പ്രാർത്ഥനയിലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ലെങ്കിൽ ഈ പ്രാർത്ഥന സഭയ്ക്കൊരു വിടുതലാകട്ടെ, ദേശത്തിനൊരു വിടുതലായി മാറട്ടെ, ഇത് കുടുംബങ്ങൾക്കകത്തൊരു വിടുതലായി മാറട്ടെ, ഒരു തലമുറയ്ക്ക് വിടുതലായി മാറട്ടെ. നമ്മളൊരു 12:45 നിർത്തി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം നമുക്ക് ടൈം ഇതിനകത്ത് കീപ്പ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നു, നമുക്ക് ആവശ്യം അത്യന്ത ശക്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ശമര്യയിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷിയാകണം. നമ്മളെ കർത്താവ് വിളിച്ചതേ അതിന് വേണ്ടിയാ, സാക്ഷിയാകാൻ വേണ്ടിയാ. ഒന്നുകൂടി പറഞ്ഞ, സാക്ഷി എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ മീനിങ് രക്തസാക്ഷി എന്നാണ്. സ്വതന്ത്രം. സാക്ഷി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ് മീനിങ് രക്തസാക്ഷി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്ര പേര് പറയും, കർത്താവേ, ഒരുപക്ഷെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്നാലും യേശുവിനെ തള്ളി പറയാതെ കർത്താവിന് വേണ്ടി ഒരു ഡേവിഡ് ലിവിസ്റ്റനെ പോലെ, ഒരു ഹഡ്സൺ ടൈലറിനെ പോലെ, ഒരു DL മൂഡിയെ പോലെ, ഒരു ഗ്രഹാം സ്റ്റൈൽസിനെ കുഞ്ഞുങ്ങളെ പോലെ ഒരു പക്ഷെ രക്തസാക്ഷിയാകേണ്ടി വന്നാലും എനിക്കെൻ്റെ യേശുവിനെ മതിയെന്ന് ഉറപ്പ് പറയാൻ എത്ര പേരുണ്ട്? 86 വയസ്സായ പോളികാർപ്പിനെ പിടിച്ചു, പറഞ്ഞു ദൈവത്തെ തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. പോളികാർപ്പ് പറഞ്ഞു, ഇല്ല, ദൈവത്തെ ഞാൻ തള്ളി പറയത്തില്ല. നീണ്ട 86 വർഷമായി ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. അവസാനം അവിടെയുള്ള എതിരാളികൾ അവരുടെ ആ തീ ഒന്നുകൂടി കൂട്ടി. എന്നിട്ട് പോളികാർപ്പിനോട് പറഞ്ഞു, തീ കൂട്ടിയിട്ട് പറഞ്ഞു, ദൈവത്തെ തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു, പറ്റത്തില്ല. 86 വയസ്സായ പോളികാർപ്പ് വിളിച്ചു പറഞ്ഞു, എനിക്കെൻ്റെ യേശു മതി, എനിക്കെൻ്റെ യേശു മതി. എത്ര പേർക്ക് ഇന്ന് പോൽക്കല ഉറച്ചു പറയാൻ കഴിയും, എനിക്കെൻ്റെ യേശു മതി. അവസാനം താൻ ആ ചിതയ്ക്കകത്തേക്ക് പോകുമ്പോഴും ആ തീനാളങ്ങൾ തന്റെ പുറത്ത് വീഴുമ്പോഴും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. എത്ര പേർക്ക് ഈ പകൽക്കാലം പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ആ യേശു എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ രക്തസാക്ഷിയാകേണ്ടി വന്നാലും, ഈ മണ്ണിൽ പിടഞ്ഞു വീഴേണ്ടി വന്നാലും, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ ഫലമുണ്ടാകും, ചത്തില്ലെങ്കിൽ തനിയെ ഇരിക്കും. ഇന്ന് പകൽ സ്വർഗത്തിൽ നിറങ്ങി വന്നൊരു ഗോതമ്പ് മണി നമ്മുടെ കർത്താവ് യേശുവായിരിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ചങ്കുറപ്പോടെ എത്ര പേര് പറയും, ഈ സഭ ഒരു മിഷണറി സഭയായി മാറട്ടെ, ഈ ചർച്ചിനകത്ത് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, ഈ ചർച്ചിനകത്ത് പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ഈ ചർച്ചിനകത്ത് ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കട്ടെ. കർത്താവിന് വേണ്ടി പിടഞ്ഞ്, എനിക്കറിയാം ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഒത്തിരി ദൈവദാസന്മാർ നോർത്തിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. കഴിഞ്ഞ മെയ് മാസം ഒറീസയിൽ ഞങ്ങൾ പോകുമ്പോൾ, ഒറീസയിൽ ഒരു ഏകദേശം 250 മൈൽ ബർഗാഡ് എന്നൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, ആ സഭയെ സ്തോത്രം സുവിശേഷ വിരോധികൾ കത്തിച്ചു കളഞ്ഞു. ആ കത്തിച്ചു കളഞ്ഞതിൻ്റെ വിഷമം കാരണം ബെഞ്ചമിൻ ഖാൻ എന്ന് പറഞ്ഞ പാസ്റ്ററുടെ പിതാവ് പെട്ടെന്ന് മരിച്ചുപോയി. മരണക്കിടക്കയിൽ മരിക്കും മുമ്പ് അദ്ദേഹം മകനോട് പറഞ്ഞു, എന്തു വന്നാലും നീ യേശുവിനെ തള്ളി പറയരുത്. അദ്ദേഹം കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എന്തു വന്നാലും നീ എൻ്റെ യേശുവിനെ തള്ളി പറയരുത്. ഇതെല്ലാം പറഞ്ഞ പിതാവ് മരിച്ചു. ആ ബെഞ്ചമിൻ ഖാൻ എന്ന് പറഞ്ഞ ദൈവദാസൻ കർത്താവിന് വിട്ടു നിൽക്കുന്നുണ്ട്. ഇത് തീക്കകത്ത് കുരുത്തതാണ്.
ഇത് വെയിൽ കൊണ്ടാൽ വാടത്തില്ല. ഇത്രയും വേദന ഉണ്ടായിട്ടൊരു പ്രസ്ഥാനം വേറെയില്ല. ഇത്രയും പ്രതികൂലം ഉണ്ടായൊരു പ്രസ്ഥാനം വേറെയില്ല. അതാണ് ചർച്ച്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പ് പറയും, എത്രയോ രക്തസാക്ഷിയാകേണ്ടി വന്നാലും, കർത്താവിന് വേണ്ടി പിടഞ്ഞു വീഴേണ്ടി വന്നാലും, എനിക്ക് എൻ്റെ യേശുവിനെ മതി എന്ന് പറയാൻ എത്ര പേരുണ്ട്? നമ്മുടെ എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒന്ന്, കർത്താവിലും അവൻ്റെ ആമീത ബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടണം. ആ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. ഇത് അല്പസമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് മാറ്റിയത്. കാര്യം കറക്റ്റ് ടൈമിൽ നമുക്ക് നിർത്താനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണം. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണപ്പെട്ട ഒരാളാണ്, പക്ഷേ ദൈവം വലിയവനാണ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാ, ഹോളി സ്പിരിറ്റ് ഈസ് എ ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇന്ന് പകൽ നിങ്ങളുടെ നടുവിലേക്ക് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് സർവശക്തനാണ്, പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണ്. എങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ സഭയുടെ നടുവിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അത്യന്ത ശക്തി പകരണമേ, ആ ഉയർപ്പിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിക്കായി ഇന്ന് പകൽ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, ഒറ്റ കുഞ്ഞുങ്ങൾ മൗനമായിട്ട് ഇതിനകത്തിരിക്കരുത്. നിങ്ങൾ ദൈവത്തോട് ആഴമായി നമുക്കെല്ലാം പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമം എപ്പിസലേഖനത്തിനകത്ത് പറയുന്ന ചോദിക്കുന്നതിലും നിറയ്ക്കുന്നതിൽ അത്യന്തപരമായി അൺമെഷറബിൾ, അൺകൗണ്ടബിൾ, നമ്മുടെ ചിന്തകൾക്കപ്പുറമായി നമ്മെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു ആത്മശക്തി ഇന്ന് പകൽ ദൈവത്തോട് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവിടം വിട്ട് പോകുമ്പോൾ അഭിഷിക്തന്മാരുടെ മേൽ ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ്, എലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകം എലീശയുടെ മേൽ വീണതുപോലെ രോഗികളായി വന്നവരുണ്ടോ, ബലഹീനരായി വന്നവരുണ്ടോ? വലിയവനാണ് എൻ്റെ യേശു, മതിയായവനാണ്. ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഭാഷയോടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. കലങ്ങി മറിയുന്ന വിഷയങ്ങൾ അവൻ ഇനി ഒരിക്കലും മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ ദൈവത്തിന് ആത്മാവ് പറയുന്നു. മിന്നാൻ ഞാൻ പടക്കൂട്ടത് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഈ കൂട്ടായ്മയോടൊപ്പം, ഈ സഭയോടൊപ്പം, അഭിഷക്തന്മാരോടൊപ്പം ചില ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ചില എരിഹോവിന്റെ മതിലുകൾ ഈ ദിവസങ്ങൾ തകരാൻ പോകുന്നു. ഒരു അസാധാരണമായ ദൈവശക്തി ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളുടെ അകത്ത് പകരപ്പെടാൻ പോകുന്നു. അസ്ഥി താഴ്വരയ്ക്കകത്തും പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അസ്ഥിയോട് ചേർന്ന് ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റതുപോലെ സാധ്യതയില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങൾ, പ്രതീക്ഷയില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങൾ, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു വലിയ സൈന്യമായി ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുന്നത് പോലെ, ഒരു ഫ്ലൈറ്റ് പറന്നുയരുന്നത് പോലെ, ഒരു ഹെലികോപ്റ്റർ ഇന്ധനം നിറച്ച് അത് പറന്നുയരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്ഷീണിച്ച് തളർന്ന ചില മേഖലകൾക്കകത്ത് ഒരു ആത്മശക്തി പകർന്ന് ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. പലപ്പോഴും ചില വിഷയങ്ങൾ കൊണ്ടുവന്ന് മനസ്സിനെ തളർത്തി, ശാരീരികമായി തളർത്തിക്കളയാൻ ഒരു ഭാഗത്ത് ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ആ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ നടുവിലേക്ക് നിൽക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈ മീറ്റിംഗ് കഴിയുന്നതിനകത്ത് വെച്ചൊരു അത്ഭുതം ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഒരു വലിയ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, കട്ടിയായൊരു വിഷയം, ഭാരമേറിയൊരു വിഷയം ദൈവം എടുത്തു മാറ്റാൻ പോകുകയാണ്. വചനം എങ്ങനെ പറഞ്ഞു? സെരുബാബേലിന്റെ മുൻപിൽ നിന്ന മഹാപർവ്വതം അത് സമഭൂമിയായി മാറി. അത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ അത് സമഭൂമിയായി മാറിയതുപോലെ വലിയ ഭാരമേറിയ മഹാപർവ്വതം പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവ് പറയുന്നത് അതിനെ ദൈവത്തിന്റെ ആത്മാവ് ഉടച്ചു കളയും.
നിന്റെ മുൻപിൽ നിന്ന് തലപൊക്കുന്ന ചില പ്രശ്നങ്ങൾ, തല ഉയർത്തി നിൽക്കുന്ന ചില വെല്ലുവിളികൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ അത് സമഭൂമിയായി മാറാൻ പോകുകയാണ്. ഇന്ന് നമുക്കുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ചില കെട്ടുകൾ പൊട്ടിമാറ്റും. വിശ്വാസ ജീവിതത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ആത്മീക ജീവിതത്തിൽ പോലും ഒരടി മുൻപോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രതികൂലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഉടയ്ക്കാൻ പോകുകയാണ്. ഈ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരുമായി ഒരുമിച്ച് ഇരിക്കുമെങ്കിൽ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, എന്റെ യേശു എഴുന്നേൽക്കും. പടകിൽ യേശു എഴുന്നേറ്റ് ആ കാറ്റിനെ ശാസിച്ചതുപോലെ, കാറ്റും കടലും ശാന്തമായതുപോലെ ചില പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ ദൈവത്തിന് കഴിയും. ഇന്ന് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ഈ സഭയോടൊപ്പം ഒരുമിച്ച്, ദൈവദാസന്മാരോടൊപ്പം ഒരുമിച്ച് ഈ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ, അവർ ചിറകടിച്ചിരുന്നത് പോലെ ഒരു ആത്മാവിന്റെ ബലം ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുകയാണ്. ക്ഷീണിച്ച് തളർന്ന ശിംശോന് വേണ്ടി ഒരു ഉറവ ദൈവം തുറന്നു കൊടുത്തു. ആ ഉറവ കുടിച്ച് അവൻ വീണ്ടും ചൈതന്യം പ്രാപിച്ചു. അവൻ വീണ്ടും ജീവിച്ചതുപോലെ ഒരു ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് കൈമാറുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു. ഈ കൂട്ടായ്മയുമായി ഒരുമിച്ച്, ഈ പ്രാർത്ഥനയുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ വലിയ ചില വിടുതലുകൾ, വലിയ ചില മഹത്വങ്ങൾ, വലിയ ചില തേജസ്സുകൾ, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ്സിന്മേൽ തേജസ് ഈ ദിവസങ്ങൾ കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറഞ്ഞു. യേശു പറഞ്ഞു, ഇതിലും വലിയവ നീ കാണാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, അത്ഭുതങ്ങൾ കാണുവാൻ ദൈവാത്മാവ് ബലപ്പെടുത്താൻ പോകുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവം അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ഈ ദിവസങ്ങൾ ചില വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു. എന്റെ ദാസ, ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ചില പ്രതികൂലങ്ങൾ ഒരു ഭാഗത്ത് കടൽ ഇളകി വരുന്നത് പോലെ, ചില പ്രതികൂലങ്ങൾ തല ഉയർത്തി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മുതൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർന്ന ഭക്തൻ വിളിച്ചു ചോദിച്ചു. എങ്കിൽ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങൾ കണ്ട് തളർന്നു പോകരുത്. ഒരു ഭാഗത്ത് വെല്ലുവിളികളുണ്ട്, ഒരു ഭാഗത്ത് പ്രതികൂലങ്ങളുണ്ട്. 40ഓളം ദിവസം ഗോലിയാത്തിന്റെ ശക്തി ഒറ്റയ്ക്ക് ദാവീദിനെതിരെ വെല്ലുവിളിച്ചു. തന്റെ ഭക്തൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ നാളിൽ തലപൊക്കുന്ന ചില പ്രതികൂലങ്ങൾ, തലപൊക്കുന്ന ചില വെല്ലുവിളികൾ ദൈവം അത് ശാന്തമാക്കും. ചില തിരകൾ അടങ്ങി ശാന്തമായ ചില അവസ്ഥകൾ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. അവർ ആശിച്ച തുറമുഖത്ത് ദൈവം അവരെ കൊണ്ട് എത്തിച്ചതുപോലെ ഇന്ന് വിൽക്കുന്ന ഒരു വിടുതൽ ദൈവാത്മാവിനെ കാണിക്കുന്നു. ചെങ്കടലാണെങ്കിലും അത് രണ്ടായി മാറി ഉണങ്ങിയ നില അകത്തുണ്ടാകും. ഇനി കരകവിയുന്ന മരണയോർദാനാണെങ്കിലും അതിനപ്പുറം ഒരു വിടുതലുണ്ട്. അതുകൊണ്ട് ഇന്ന് പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ ആ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നതുപോലെ ഒരു വിടുതലുണ്ടെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. എന്റെ ദാസിയെ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകല്ല്. ചില ചൂരച്ചെടിയുടെ അനുഭവങ്ങൾ ജീവിതത്തിനകത്ത് തന്നെ കാണിഷയോട് അന്യഭാഷയോട് ഈ പകൽ ഈ സെക്ഷൻ അവസാനമായി അന്യഭാഷയിൽ അല്പസമയം ആരാധിച്ച് ഓരോ തലമുറയുടെ മേലും ഒരു പുത്തൻ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് കൈമാറട്ടെ. ഒരു ആത്മാവിന്റെ ഇരട്ടി ശക്തിയോട് ഇതിനകത്ത് എഴുന്നേൽക്കുവാൻ ഒരു ആത്മാവിന്റെ ബലം ദൈവാത്മാവ് കൈമാറും. അന്യഭാഷയോട് ഒരു പുത്തൻ അഭിഷേകം, ഒരു ശക്തമായ ശുശ്രൂഷ ഇതുവരെ ചെയ്തതല്ല അപ്പ. ഒരു ഇരട്ടി പങ്കഭിഷേകം, ഒരു ഇരട്ടി ആത്മശക്തി നിന്റെ ദാസന്റെ മേൽ. പിന്നെ അങ്ങക്ക് വേണ്ടി ഓടാൻ, അങ്ങക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, അങ്ങക്ക് വേണ്ടി ശക്തിയോടെ, ഇരട്ടി ആത്മശക്തിയോടെ ഈ നാളുകളിൽ കാലാളുകളോട് ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും ഈ നാളുകൾ ഇരട്ടി ബലത്തോടെ, ഇരട്ടി ആത്മശക്തിയോടെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകം. അന്യഭാഷയോട് ആരാധിക്കട്ടെ. ക്ഷീണിച്ച ചില മേഖലകൾ, ക്ഷീണിച്ചു പോയ ചില മേഖലകൾ, തളർന്നുപോയ ചില മേഖലകൾ, ഇനി ഒരടി പോലും മുമ്പോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞ ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ഒരു ഭയങ്കരമായ ബലം ദൈവം കൈമാറാൻ പോകുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ദൈവദാസന്മാരോടൊപ്പം ഒരുമിച്ച്, ശുശ്രൂഷകന്മാരോടൊപ്പം ഒരുമിച്ച്, ഈ സഭയോടൊപ്പം ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൂത് ശക്തമായി വിളിച്ചു പറയുന്നു. മുൻപോട്ട് പോകേണ്ട ചില ബലം ദൈവം കൈമാറാൻ പോകുന്നു. ആകാനെ കുഴിച്ചു
കുഴിച്ചു മൂടിയ ആഗോർ താഴ്വരയുടെ മുൻപിലും യോശുവ ദൈവസനം നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ആ താഴ്വരയ്ക്കകത്തും ഒരു വിജയം നൽകി യോശുവയെ മുൻപോട്ട് നയിച്ചതുപോലെ ദാസനെ ദൈവത്തിനെ വിളിച്ചു പറയുന്നു, പരാജയം കണ്ട ഹായി പട്ടണത്തിൽ അടുത്തൊരു ജയം കൊടുത്തതുപോലെ ഒരു ജയത്തിലേക്ക് ഈ പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുമ്പോൾ അഭിഷേകത്തിന്റെ പുതപ്പ് വീഴും. നീ ഇരിക്കുന്ന വിഷയത്തിൽ, നീ കരയുന്ന വിഷയത്തിൽ, നീ നുറുങ്ങുന്ന വിഷയത്തിൽ, നീ വേദനിക്കുന്ന വിഷയത്തിൽ എൻ്റെ കർത്താവിൻ്റെ പൊൻചെങ്കോൽ നീട്ടപ്പെടും. ഒരു വിടുതൽ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാ. ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, മഞ്ഞ് കട്ടി ഉരുകി മാറുന്നത് പോലെ ചില വിഷയങ്ങൾ കർത്താവ് ഉരുക്കി മാറ്റാൻ പോകുകയാ. അതുകൊണ്ട് ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. ചില വിഷയത്തിൻ്റെ മുൻപിൽ വളരെ ഭാരപ്പെട്ട് ചില ദിവസങ്ങൾ നീ മാറിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ, നീ അറിയാത്ത ഗോചരമായ ചില വഴികൾ നിനക്കായിട്ട് ദൈവാത്മ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അസ്തമന ജഗൽക്കര ചില ദിവസങ്ങൾ ദൈവദാസന്മാരോടൊപ്പം ഒരുമിച്ച്, അവൻ ദൈവസഭയോടൊപ്പം ഒരുമിച്ച് ഈ ദിവസങ്ങൾ മാറിയിരിക്കണം. യെശയ്യാവ് 26:20 എൻ്റെ ജനമേ വന്ന് അറയിൽ കയറി വാതിൽ അടയ്ക്കുക. ഈ നാളുകൾ ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ മാറി ആമേ സഭയോടൊപ്പം ജനത്തോടൊപ്പം ഇരിക്കുമെങ്കിൽ നിന്റെ മുൻപിൽ വരുന്ന വലിയ ചില പ്രശ്നങ്ങൾ ഒന്ന് മാറുമ്പോൾ ഒന്ന് അത് മനസ്സിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്നു, സമാധാനത്തെ കെടുത്തിക്കളയുന്നു. ചില പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി ചില വിഷയങ്ങൾക്കകത്ത് നിന്നെ അകപ്പെടുത്തി, ചില പ്രതിസന്ധികൾക്കകത്ത് നിന്നെ അകപ്പെടുത്തി നിന്റെ ലൈഫിന്റെ ജീവിതത്തെ തകർത്തുകളാൻ നിൽക്കുന്ന ചില വിഷയങ്ങൾ. എന്നാൽ ഇന്ന് വിൽക്കല മാറിയിരുന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നിനക്ക് സംഭവിക്കട്ടെ, ഒരു ഭയങ്കരമായ ഡെലിവറൻസ് സംഭവിക്കട്ടെ. സ്തോത്രം. അഭിഷേകത്തിന്റെ പുതപ്പ് തീർന്നു പോയെന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഇനി അസ്തമിച്ചെന്ന് പറഞ്ഞ സ്ഥാനത്ത്, തീർന്നു പോയെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവാത്മാവ് ഇന്ന് വിൽക്കലം പറയുന്നു, ഒരു പുതിയ ബലതയും തരാൻ പോകുകയാ. ചൂരച്ചെടി തണലിൽ ഏലിയാവിരുന്നിട്ട് പറഞ്ഞു, എനിക്കിനി മതി, എനിക്കിനി മുമ്പോട്ട് പോകാൻ വയ്യ, ഞാൻ ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. ദൈവാത്മാവ് ഈ പകൽക്കാലം പറയുന്നു, അവിടെയും ഒരു എഴുന്നേൽപ്പ് തരാൻ പോകുകയാണ്. എൻ്റെ ദാസനെ, നിന്റെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം പേർ, നിന്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ഒരു ദേശം, എന്നാൽ ആ ജനത്തിന്റെ, ആ ദേശത്തിന്റെ നടുവിൽ, വ്യക്തികളുടെ നടുവിൽ ആ ഗൂഢാലോചനകളെ പൊളിച്ചിട്ട് അതിനകത്തൊരു ദൈവത്തിന്റെ സാക്ഷിയായി ദൈവം മാറ്റാൻ പോകുകയാണ്. ഇപ്പോൾ ചത്തു വീഴും വീർക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ നോക്കി നിൽക്കുമ്പോൾ അവൻ അതിന്റെ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു. ഒരു അഭിഷേകം ചലിക്കുകയാണ്. ഈ മീറ്റിങ്ങിനകത്ത് ദൈവദാസന്മാരോടൊപ്പം ഒരുമിച്ച് ദാസന് ചില ദിവസങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു ആത്മശക്തി കത്ത പകരപ്പെടാൻ പോകുകയാണ്. ഇന്നലെ വരെ നീ പരാജയപ്പെട്ട ഇടം, ഇന്നലെ വരെ നിനക്ക് നിലയുറപ്പിക്കാൻ കഴിയാത്ത സ്ഥലം, ഇന്നലെ വരെ നിനക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ആത്മ നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ. പേടിച്ച് ഭയപ്പെട്ട് ഓടാനല്ല. ദൈവനോട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട്, നീ ഈ ബലത്തോടെ പോകാം. ചില ജയം നിന്റെ കൂടെ ഉണ്ട്. ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകും, അവന്റെ ആശ നശിക്കും. സിംഹത്തിന്റെ വാ അടച്ചവൻ ഇന്ന് പകൽ നിങ്ങളുടെ നടുവിലേക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കണ്ണിലടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന അസാധാരണമായ ചില വിടുതലുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാ ദൈവദാസന്മാർ, ദൈവദാസിമാർ ഈ പകൽക്കൽ ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്, ഇതിനകത്തൊരു ആത്മമണ്ഡലം ചലിക്കുന്നുണ്ട്. നമ്മുടെ ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകം പേർ എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെങ്കിൽ ഒരു വലിയ ആത്മപകർച്ചയ്ക്കായി ഇന്ന് പകൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഭാരത്തോടെ വന്നവർ, നിരാശയോടെ വന്നവർ, തളർന്നിരിക്കുന്ന ചിലര് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ആത്മാവ് ഈ പകൽക്കലം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്നെ ഡയറക്റ്റായിട്ട് ഇന്ന് പകൽക്കലം തൊടട്ടെ. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തോട്ടത്തിൽ പരിശുദ്ധനായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കലം ഇറങ്ങി നിന്നെ നേരിട്ട് നിങ്ങളെ തൊട്ട് പിടിപ്പിക്കപ്പെടട്ടെ. കടും കട്ടിയായ ചില വിഷയങ്ങൾ, കേസ് കോടതി സംബന്ധമായ ചില വിഷയങ്ങൾ, മരണം കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾ, ഇനി ഒരടി പോലും മുൻപോട്ട് പോകാൻ പറ്റുന്നത് പോലെ ചില വിഷയങ്ങൾ, ഡോക്ടർമാർ വരെ വിധി എഴുതിയ ചില വിഷയങ്ങൾ, അതിനകത്തുള്ള കെട്ട് പൊട്ടുന്നു. അല്പസമയം എല്ലാവരും കരമടിച്ച് അന്യഭാഷയോടെ ആത്മാവ് ദൈവത്തെ ആരാധിക്കട്ടെ. ഇത് നമ്മുടെ ജയത്തിന്റെ പകലാണ്, ഇത് നമ്മുടെ വിടുതലിന്റെ പകലാണ്. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷ് നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. രാജാവുള്ള എടുത്ത് കോലാഹലമുണ്ട്. ഇതിനകത്ത് ദൈവം വന്നിട്ടുണ്ട്. ആ മഹാദൈവം, സർവശക്തനായ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദൈവത്തോട് എല്ലാ കണ്ണുകളും അടയ്ക്കാതെ നമ്മുടെ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു മിനിറ്റ് കൂടി ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഈ ഫാസ്റ്റിംഗ് പ്രയർ ഒരു വലിയ വിടുതലായി മാറട്ടെ. മറ്റാരും നിങ്ങളെ കണ്ടില്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ പകൽ നമുക്ക് ശക്തിപ്പെടാം. പിശാചിനെ ഇടം കൊടുക്കാതെ
നമ്മുടെ ആത്മീക ജീവിത ക്രിസ്തുബന്ധമാണ്. ഏകപുരുഷനെ നമ്മെ നിർമ്മല കന്യകയായി വിവാഹം ചെയ്തിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ സഭയെ ദൈവം ചുളുക്കമൊന്നുമില്ലാതെ എൻ്റെ കർത്താവ് ചർച്ചിനെ ഒരുക്കട്ടെ. നമുക്ക് വീണെടുത്ത് എഴുന്നേൽക്കാം. ഒരു ആത്മാവിൻ്റെ ഉറക്കം മാറ്റി ഉണർന്ന് നമുക്കൊന്ന് എഴുന്നേൽക്കാം. ഒരു വലിയ റീവൈവൽ ഈ സഭ ജഗത്തേക്ക് ഉണ്ടാകട്ടെ. ഈ പ്രസ്ഥാനം അനുഗ്രഹിക്കപ്പെടട്ടെ. നേതൃത്വങ്ങൾ മാനിക്കപ്പെടട്ടെ. ചർച്ചുകൾ മാനിക്കപ്പെടട്ടെ. ഔട്ട്റീച്ച് മിനിസ്ട്രികൾ മാനിക്കപ്പെടട്ടെ. ദൈവത്താൽ ഉയർത്തപ്പെടട്ടെ. ഈ ജനത്തെ, ദൈവദാസന്മാരെ, സഭയെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തെ തുടർന്നും പകരും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇടവകല ദൂതുകളുടെ മുമ്പിൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വരും രാത്പകൽ കർത്താവിൻ്റെ ദാസനെ ദൈവശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിച്ചല്ലോ. പിന്നെ ഈ ശക്തിയോടെ രാത്രി സെക്ഷനിൽ ഉപയോഗിക്കേണ്ടതിനായി ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശക്തീകരിപ്പാൻ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം. ജെ. ജമോണി അവർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഇങ്ങനെ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. അപ്പാ, പിതാവേ എന്ന് വിളിച്ചു ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ അവിടുന്ന് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തി സ്തോത്രം ചെയ്യുന്നു. കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ ഇസ്രായേല് നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയത്തക്ക അളവിൽ PMG പ്രസ്ഥാനം ആഗോള വ്യാപകമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പാദപീഠത്തിലായിരിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഒരുക്കി തന്ന വിലയേറിയ ദിവസങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രു ഉരുട്ടി വെച്ച കല്ലുകളെ ഉരുട്ടി മാറ്റി, അവൻ നാട്ടിയ അതിന് കല്ലുകളെ ഇളക്കി മാറ്റി, എല്ലാ ദുഷ്ടന്റെ രേഖകളെയും ദൈവം തകർത്തു മാറ്റി. ദൈവസഭയ്ക്ക് പുതിയ സമാധാനവും ദൈവകൃപയുടെ ആനന്ദവും അനുഭവിപ്പാൻ ഒരുക്കുന്ന പുതിയ നാളുകൾക്കായി സ്തോത്രം. ബഹുദൂരം ഓടുവാൻ ധാരാളമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവമേ, PMG സഭയെ ദൈവം കരങ്ങളിൽ പിന്നെയും ഒന്നുകൂടെ ഉന്മേഷത്തോടും തേജസ്സോടും ശക്തിയോടും ദൈവം ഉപയോഗിക്കുന്ന വലിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ നേതൃനിലയിലായിരിക്കുന്ന ദൈവഭക്തന്മാരെ ദൈവത്തിന്റെ അധികാരത്തോടും കഴിഞ്ഞ നാളുകളിൽ ദൈവം സംസാരിച്ച ദൈവത്തിന്റെ പ്രവചന നിവൃത്തിയോടും കൂടെ രാജ്യാന്തരമായി ദൈവം കൊണ്ടുപോകാൻ പോകുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവം കൽപ്പിച്ച ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരു തികവ് പ്രാപിപ്പാൻ, ഏതു മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ, അതിന് ഒടുവിൽ കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ അവിടെ നിങ്ങൾ ഒരുക്കുന്ന വലിയതായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് തരുന്നു. പുതിയ ബലത്തോടെ ജീവിപ്പാൻ, പുതിയ കാഴ്ചപ്പാടോടെ ജീവിപ്പാൻ, പുതിയ ആത്മദാഹത്തോടെ ജീവിപ്പാൻ, ഞങ്ങള് മങ്ങലുകളെ എടുത്തു മാറ്റി എഴുന്നേറ്റ് പ്രകാശിപ്പാൻ സമയം ഇതായിരിക്കുന്നുവെന്ന് അറിഞ്ഞ് ഉണരുവാൻ അവിടെ നിങ്ങൾ ഒരുക്കുന്ന വലിയതായി സ്തോത്രം. ഇന്ന് ശുശ്രൂഷിച്ച വിലപ്പെട്ട ഭക്തനെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലെ കൃപ ധാരാളം പകർന്ന് ആശീർവദിക്കും. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകിട്ട് കൃത്യമാറയ്ക്ക് തന്നെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ രാത്രിയിലും നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിക്കും. നാളെ പകലും രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബൈജു മാലക്കര നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.